എല്ലാവർക്കും നമസ്കാരം. ഞാനും മാഷും ഒരുമിച്ചൊരു സ്റ്റേജിലിരിക്കുമ്പോൾ എങ്ങനെ തുടങ്ങണം എന്ന വിഷയത്തിലൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ സാഹചര്യത്തിൽ ആ സംശയത്തിന് ഒരു സ്ഥാനവുമില്ല. ഞങ്ങൾ രണ്ടുപേരും കുറച്ച് വെള്ളം കുടിച്ച് പരിപാടി തുടങ്ങാം. എങ്ങനെയുണ്ടാവും? വേദിയിൽ സദസ്സിലിരിക്കുന്ന ആളുകളോട് ഒരഭ്യർത്ഥനയുണ്ട്. ഈ പരിപാടി വീക്ഷിക്കാൻ വന്ന ആളുകളോടാണ് പറയാനുള്ളത്. ഈ പരിപാടിയിൽ വരുമെന്നും അതിൽ ലിയാഖത്ത് ഗുണ്ടകളെ ഏർപ്പെടുത്തിയിട്ടുണ്ടാകാമെന്നും ഞാൻ ആക്രമിക്കപ്പെട്ടേക്കാം എന്നും മുൻകൂറായി പബ്ലിഷ് ചെയ്തുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള ചില ആളുകളുണ്ട്. അതുകൊണ്ട് പ്രകോപനത്തിനുള്ള പല ശ്രമങ്ങളും ഉണ്ടാകും. ഒരു തരത്തിലും അതിനുമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കുക, അവരുമായിട്ട് സംസാരിക്കാതിരിക്കുക. ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ വേണ്ടി വന്നവർ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോലീസിൽ ആവശ്യമായിട്ടുള്ള സുരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നിയമപാലകരുണ്ട്. പരിപാടി വീക്ഷിക്കാൻ വന്ന ആരും ഒരു കാരണവശാലും അവരുമായിട്ട് വാക്ക് തർക്കത്തിന് പോലും മുതിരരുത് എന്ന് ആദ്യമേ പറയണം. പല ശ്രമങ്ങളുണ്ടാകും. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാം. നിയമപാലകർ ദയവ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മുൻകൂട്ടി ആക്രമിക്കാനും പരിപാടി കളങ്കപ്പെടുത്താനും ലിയാഖത്ത് ഇനി ഒരു സ്റ്റേജിൽ കയറുന്നത് കാണണം എന്ന് പറയാനും വെല്ലുവിളിച്ചുകൊണ്ട് കഴിഞ്ഞ 20 ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകോപനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മറുപടിയായി ഇതാ ലിയാഖത്ത് 2 കാലിൽ ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ആശയപരമായ സംവാദങ്ങൾക്ക് ആശയപരമായി മറുപടി പറയാൻ കഴിയാത്തവർ അടങ്ങിയിരിക്കുക എന്നത് മാത്രമാണ് കേരളത്തിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം. അതല്ലെങ്കിൽ നിയമപരമായി നടത്തുന്ന പരിപാടികൾ നിയമപരമായി രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് രാജ്യത്തിൻ്റെ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നവർക്ക് അധികം താമസിയാതെ നിയമത്തിൻ്റെ വഴിയിൽ മനസ്സിലാകും എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ ഷോ ഓഫ് കാണിക്കാൻ സ്വന്തം ഹോൾ എടുക്കുക, സ്വന്തമായിട്ട് പരിപാടികൾ നടത്തുക എന്നത് മാത്രമാണ്. ദയവ് ചെയ്ത് ഈ പരിപാടി കാണാൻ വന്നവർ ദയവ് ചെയ്ത് അവർക്ക് ചെവിയും കണ്ണും കൊടുക്കാതിരിക്കുക. നിങ്ങൾ പരിപാടിയിൽ ശ്രദ്ധിക്കുക. വളരെ വിശദമായിട്ടുള്ള വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. പ്ലീസ്, നമ്മൾ പ്രോഗ്രാം തുടങ്ങുകയാണ്. ദയവ് ചെയ്ത് പ്രോഗ്രാം കാണാൻ വന്നവർ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് ഒരു പദമാണ്, തലതിരിഞ്ഞ ഒരു മുദ്രാവാക്യമാണ് ഞാൻ ഇവിടെ ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ തലതിരിഞ്ഞ മുദ്രാവാക്യം ടൈറ്റിലായിട്ട് കൊടുത്ത സമയത്ത് തന്നെ പല ആളുകളും പല കോണുകളിൽ നിന്നായിട്ട് ആശങ്ക അല്ലെങ്കിൽ സംശയമായിട്ട് പ്രകടിപ്പിച്ചു. ഈ വാചകഘടനയിൽ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നതായിരുന്നു. ഈ വാചകഘടനയിലുള്ള പ്രശ്നം നിങ്ങൾ കുറേ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാചകത്തിന് വിരുദ്ധമായ ഒരു വാചകമായതുകൊണ്ടാണ് ഈ വാചകഘടനയിൽ നിങ്ങൾക്ക് പ്രശ്നം തോന്നിയത്. അപരാധം പ്രതിരോധമല്ല എന്നാണ് ഞാനിവിടെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെറിയ പ്രായം തൊട്ട് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് മലയാളികൾ കേട്ടുകൊണ്ടിരുന്ന ഒരു പദമാണ് പ്രതിരോധം അപരാധമല്ല എന്ന്. പ്രതിരോധം അപരാധമല്ല എന്ന് കേട്ടുപരിചയം നമുക്ക് അപരാധം പ്രതിരോധമല്ല എന്ന് പറഞ്ഞപ്പോൾ ആ വാചകഘടനയിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് നിഷ്പക്ഷരായ മലയാള ഭാഷയിൽ പാണ്ഡിത്യമുള്ള പല ആളുകൾക്ക് പോലും സംശയമുണ്ടായി എന്നതാണ്. ഞാൻ മലയാള ഭാഷയിലെ പണ്ഡിതനല്ല, പക്ഷേ എനിക്ക് ഈ ടൈറ്റിൽ നിശ്ചയിക്കുന്ന സമയത്ത് യാതൊരു തരത്തിലും എന്തെങ്കിലും ഒരു ആശങ്ക ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണം നടത്തിക്കൊണ്ട് ഈ പരിപാടിയിലേക്ക് നമുക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഈ ഒരു തലക്കെട്ടിൽ സംശയം ഉന്നയിച്ച ആളുകൾക്ക് വേണ്ടി ഞാൻ അടുത്തൊരു സ്ലൈഡ് കാണിക്കുകയാണ്. ആ സ്ലൈഡ് നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ട് കാണണം. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, ദയവ് ചെയ്തിട്ട് ശ്രദ്ധിക്കണം. 632 അതിനു മുൻപുള്ള തൊട്ട് വർഷങ്ങളിൽ CE 632 എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിൻ്റെ പ്രവാചകനായിരുന്ന മുഹമ്മദ് മരണപ്പെടുന്ന വർഷമാണ് 632. ഇതെല്ലാവർക്കും അറിയാലോ. ഈ 632 തൊട്ട് മുൻപുള്ള വർഷങ്ങളിൽ കൊല ചെയ്യപ്പെട്ട നിരവധി ആളുകളുടെ 2 പ്രതിനിധികളാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിലുള്ളത്. ഒന്നാമത്തെ പേര് എന്ന് പറയുന്നത്
ഉഖബ ഇബ്നു അബി മുഅയ്ത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ പേര് കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ലാത്തവർ, വിശ്വാസികൾ എന്തായാലും പരിചയപ്പെട്ടിരിക്കേണ്ട ഒരു പേരാണ്. ഇവിടെയുള്ളത് ഉഖബ ഇബ്നു അബി മുഅയ്ത്ത് വേറെ കഥാപാത്രമാണ്. ഈ കഥാപാത്രത്തിൻ്റെ പേര് നളർ ബിൻ ഹാരിസ്. അതുമല്ലല്ലോ, തെറ്റിപ്പോയി. നീ സമാധാനത്തിൽ പരിപാടി നടത്താമല്ലോ അല്ലേ? ഓക്കെ. ഇദ്ദേഹത്തിൻ്റെ പേര് കഅബ് ബിൻ അഷ്റഫ് എന്നാണ്. കഅബ് ബിൻ അഷ്റഫാണ് ഒന്നാമത്. ഇത് പ്രതീകാത്മകമായ ഒരു ചിത്രമാണ്. അയാളുടെ ഫോട്ടോ ഒന്നും ലഭ്യമല്ല. ബദറിൽ മനുഷ്യരെ അംഗവിച്ഛേദം ചെയ്ത് മൃതദേഹങ്ങളോട് പോലും അനാദരവ് കാണിച്ച് ഒരു പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചിട്ടതിന് ശേഷം ആ പൊട്ടക്കിണറ്റിൻ്റെ മുകളിൽ കയറി നിന്ന് ആർത്തട്ടഹസിച്ച മുഹമ്മദ് എന്ന് പറയുന്ന ഇസ്ലാം മതത്തിൻ്റെ പ്രവാചകൻ, ആ മനുഷ്യൻ്റെ പ്രവൃത്തികളിൽ മനം നൊന്ത് വിലാപകാവ്യം എഴുതിയ ഒരു ജൂത കവിയായിരുന്നു ഇദ്ദേഹം കൊല ചെയ്യപ്പെട്ട വ്യക്തിയാണ്. ഇദ്ദേഹം നടത്തിയ പ്രതിരോധ പ്രവർത്തനം, അക്രമത്തിനിരയായ മനുഷ്യർക്ക് വേണ്ടി വിലാപകാവ്യം എഴുതി എന്ന പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ പകരമായി ഇസ്ലാം മതത്തിൻ്റെ അപരാധത്തിൻ്റെ വാളുകളാൽ, ചതിയാൽ കൊല ചെയ്യപ്പെട്ട ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ബദറിലെ വിജയം നൽകിയ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിമർശകരെ മുഴുവൻ കൊല ചെയ്യാൻ തീരുമാനിച്ച മുഹമ്മദ് രണ്ടാമതായി കൊല ചെയ്യാൻ ഉത്തരവിട്ട വ്യക്തിയാണ് നിങ്ങൾ രണ്ടാമത് കാണുന്ന മർവാൻ എന്ന പേര്. ഈ രണ്ട് പേരുകളെ നമ്മൾ 6-ാം നൂറ്റാണ്ടിൻ്റെയോ 7-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലേക്കോ വെക്കുകയാണ്. ഇസ്ലാമിൻ്റെ ഭാഷയിൽ ഈ രണ്ട് വ്യക്തികൾ കൊല ചെയ്യപ്പെട്ടത് ഒരു പ്രതിരോധ പ്രവർത്തനമായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കാണുമ്പോൾ ചേകനൂർ മൗലവിയെയും അതേപോലെ തന്നെ കോയമ്പത്തൂരിൽ കൊല ചെയ്യപ്പെട്ട ഫാറൂഖിനെയും, അതുപോലെ തന്നെ ഈ അടുത്ത് 2 വർഷം മുൻപ് ഇറാനിൽ അവൻ്റെ മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ അതിനെ മതപരമായ കോടതി അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കപ്പെടുന്നതിനിടയിൽ കൊല ചെയ്യപ്പെട്ട മഹ്സ അമീനി എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു മുസ്ലിം സ്ത്രീയുണ്ട്. ഈ 3 പേരുടെയും കൊലപാതകത്തെ ഇസ്ലാം വിശേഷിപ്പിക്കുന്ന പേരാണ് പ്രതിരോധം. മതത്തിനെതിരെയുള്ള വിമർശനങ്ങളെ, മതത്തിനെതിരെ വരുന്ന ശബ്ദങ്ങളെ, മതത്തിനെതിരെ ഉയരുന്ന ചോദ്യങ്ങളെ, അക്രമത്തിലൂടെ നേരിടുന്ന അക്രമത്തെ, ക്രിമിനൽ പ്രവർത്തനത്തെ പ്രതിരോധം എന്ന ഓമന പേരിട്ട് വിളിച്ച ഇസ്ലാമിൻ്റെ 6-ാം നൂറ്റാണ്ട് മുതൽ 2025 വരെയുള്ള ചരിത്രത്തിന് നമ്മൾ ഒരു അപവാദം, ഈ അപവാദമല്ല മറ്റേ അപവാദം പറയുകയാണ്. നിങ്ങൾ പ്രതിരോധം എന്ന പേരിൽ അപരാധം, അക്രമം, ഒഫൻസ് നടത്തിയിട്ട് അതിനെ പ്രതിരോധം എന്ന് വിളിച്ചാൽ അത് പ്രതിരോധമാവില്ല. അപരാധം പ്രതിരോധമല്ല. അപരാധം പ്രതിരോധമല്ല. അതുകൊണ്ട് ഈ ടൈറ്റിലിൽ ഇനി ആരും സംശയം പ്രകടിപ്പിക്കേണ്ട. നമ്മൾ കേട്ട് തഴമ്പിച്ച NDFൻ്റെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ആ ടാഗ് ലൈൻ കേട്ട് പരിചയിച്ചത് കൊണ്ട് മാത്രം ഉണ്ടായ ഒരു ആശയക്കുഴപ്പമാണ്. അത് തീർന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കുണ്ടായിരുന്ന വിശ്വാസികൾക്കുള്ള ഏറ്റവും വലിയൊരു അന്ധവിശ്വാസമാണ് പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ മദീനയിലേക്ക് ചെന്നതിന് ശേഷം തുടങ്ങിയിട്ടുള്ള കാര്യമാണെന്നും മക്കയിൽ വളരെ സമാധാനാന്തരീക്ഷത്തിൽ വളരെ സഹനത്തിൻ്റെതായിട്ടുള്ളൊരു മതമാണ് ഉണ്ടായിരുന്നത് എന്നും. അതുകൊണ്ട് അവിടെ തന്നെ തുടങ്ങാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. താരതമ്യേന സൗമ്യനായ സമാധാനപ്രിയനായ ജബ്ബാർ മാഷെ മക്കയിലെ സമാധാന ഇസ്ലാമിൻ്റെ കാലത്തിറങ്ങിയ സമാധാനപൂർവമായ പ്രതിരോധ പ്രവർത്തനത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഇന്ന് ആരോഗ്യപരമായിട്ടുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടും ഇന്ന് എത്തിച്ചേരാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തെ വലിയ കയ്യടിയോടെ നമുക്ക് ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാം. പ്രിയപ്പെട്ടവർ, ശബ്ദം ഓക്കെ ആണല്ലോ? ഞാനിന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതായിരുന്നു, വ്യക്തിപരമായ പല കാരണങ്ങൾ കൊണ്ടും. പക്ഷേ അപ്പോഴാണ് ചില പ്രതിരോധ പ്രവർത്തനങ്ങൾ നമുക്ക് ചുറ്റും രൂപപ്പെട്ടതായിട്ടും വന്നില്ലെങ്കിൽ അത് മറ്റു രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നും ഇതിൻ്റെ സംഘാടകരും എൻ്റെ സുഹൃത്ത് ലിയാക്കത്തും ഒക്കെ നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ഇതിൽ പങ്കെടുക്കാമെന്ന് തീരുമാനിച്ചതാണ്. ആരോഗ്യപരമായ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് വരേണ്ടതില്ല തീരുമാനിച്ചിരുന്നത്.
ഞാൻ ഒരു അരനൂറ്റാണ്ട് കാലമായി കേരളത്തിൽ ഈ പണി തുടങ്ങിയിട്ട്. ആദ്യകാലത്തൊക്കെ നമ്മളിങ്ങനെ പറയുകയും എവിടെയെങ്കിലുമൊക്കെ എഴുതുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും ഈ സമൂഹം അതിനെ കാര്യമായി പരിഗണിച്ചിരുന്നില്ല. മുസ്ലിം സമൂഹം പൊതുവെ അതിനെ അവഗണിക്കുകയും കണ്ടില്ല എന്ന് നടിക്കുകയുമാണ് ആദ്യഘട്ടത്തിലൊക്കെ ചെയ്തിരുന്നത്. പിന്നീട് 1987-88 ആ കാലത്ത് കേരളത്തിൽ ശരീഅത്ത് വിവാദം എന്ന് പറയുന്നൊരു വലിയ സംഭവം നടന്നു. ഇവിടെ കുറേ പേർക്കൊക്കെ അത് ഓർമ്മയുണ്ടാവും, പ്രായമായവർക്കൊക്കെ ഓർമ്മയുണ്ടാവും. ഈ ശരീഅത്ത് വിവാദം നടക്കുന്ന കാലത്ത് ഞാനിവിടുത്തെ മുഖ്യധാര പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നു. മാതൃഭൂമി, ദേശാഭിമാനി തുടങ്ങിയ പത്രങ്ങളിലൊക്കെ ശരീഅത്തുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു. മുഖ്യധാര മാധ്യമങ്ങളിൽ നമ്മുടെ ലേഖനങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിനോട് പ്രതികരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് ബോധ്യമായ ചില ആളുകൾ, അന്ന് മാധ്യമം പത്രം തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് കൃത്യം ഓർമ്മയില്ല, എന്തായാലും മാധ്യമം പത്രം ഉണ്ടെന്ന് തോന്നുന്നു, പ്രബോധനം എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വാരികയിലാണ് എൻ്റെ ഒരു മാതൃഭൂമി ലേഖനത്തിന് മറുപടിയായിട്ട് ആദ്യമായിട്ട് ഒരു കുറിപ്പ് ഒരു മുസ്ലിം മാധ്യമത്തിൽ വരുന്നത്. ചോദ്യോത്തര പങ്ക്തിയിലാണ് മറുപടി പറയുന്നത്. മുജീബ് എന്ന പേരിൽ ഒ അബ്ദുറഹിമാനാണ് ആ പങ്ക്തി കൈകാര്യം ചെയ്തിരുന്നത്. ചോദ്യം മൂപ്പരന്നെ ഉണ്ടാക്കും, മൂപ്പരന്നെ മറുപടി പറയും, അതായിരുന്നു പരിപാടി. അപ്പം അന്ന് ഞാൻ മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിൽ മുസ്ലിങ്ങളുടെ സാംസ്കാരിക സ്വത്വം ശരീഅത്ത് നിയമമില്ലാതായാൽ അപകടത്തിലാവുമെന്ന ഒരു വാദത്തിനുള്ള മറുപടിയാണ് ഞാൻ ആ ലേഖനത്തിൽ വിശദീകരിച്ചിരുന്നത്. മുസ്ലിങ്ങളുടെ സാംസ്കാരിക സ്വത്വം എന്ന് പറയുന്നത് 4 പെണ്ണുകെട്ടലും പെണ്ണിൻ്റെ സ്വത്തവകാശം പകുതി കവർന്നെടുക്കലും അതുപോലുള്ള കുറച്ച് സ്ത്രീവിരുദ്ധ നിയമങ്ങൾ മാത്രം. അതാണ് ഇന്ത്യൻ ശരീഅത്ത് നിയമത്തിൽ നിലനിൽക്കുന്ന 2-3 കാര്യങ്ങളേ ഉള്ളൂ. അത് മാറ്റിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ സ്വത്വം ഇല്ലാതാവും എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്വത്വം അതാണോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. അതിൻ്റെ കൂടെ ഞാൻ വേറെ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഇന്ത്യയിൽ വിവാഹപ്രായ പരിധി നിയമം വന്നപ്പോൾ ഇസ്ലാമിക ശരീഅത്തിനെതിരായിട്ട് ആ നിയമം വന്നതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ സാംസ്കാരിക സ്വത്വം ഇല്ലാതായോ? ബ്രിട്ടീഷുകാരുടെ കാലത്ത് അടിമത്തം നിരോധിച്ചു ഇന്ത്യയിൽ, ലോകത്ത് പലയിടത്തും. അടിമത്തം നിരോധിച്ചതുകൊണ്ട് ഇസ്ലാമിൻ്റെ സാംസ്കാരിക സ്വത്വത്തിന് എന്തെങ്കിലും പോറലേറ്റോ? കാരണം ഖുർആനും ഹദീസും ഒക്കെ അടിമത്തത്തെ പച്ചയായി അംഗീകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ടൊന്നും ഇസ്ലാമിന് യാതൊരു പോറലും ഏറ്റിട്ടില്ലെങ്കിൽ പിന്നെ ഈ സ്ത്രീകൾക്ക് പകുതി സ്വത്ത് എന്നുള്ളത് മുഴുവൻ സ്വത്ത് എന്നാക്കി വിവാഹമോചനത്തിനും ബഹുഭാര്യത്വത്തിനുമൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നാൽ മുസ്ലിങ്ങളുടെ സാംസ്കാരിക സ്വത്വം എങ്ങനെയാണ് ഇല്ലാതാവുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു ഞാൻ ആ ലേഖനം എഴുതിയത്. എൻ്റെ ലേഖനത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കി തന്ന കുഞ്ഞാപ്പ അവിടെ ഇരിപ്പുണ്ട്. അന്ന് കുഞ്ഞാപ്പ ഓർക്കുന്നുണ്ടാവും. അന്ന് അതിന് മറുപടിയായിട്ട് ഒ അബ്ദുറഹിമാൻ കൊടുത്ത മറുപടിയിൽ തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ്. ജനിച്ചപ്പം മുതലേ, എൻ്റെ ഏകദേശം ഓർമ്മയാണ് കേട്ടോ, ജനിച്ചപ്പം മുതലേ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും കടുത്ത വിരോധം വെച്ച് പുലർത്തുകയും ഖുർആനിൽ മൂത്രമൊഴിക്കുകയും ചെയ്തയാളാണ് ഈ ലേഖകൻ. എൻ്റെ പേര് പറഞ്ഞില്ല കേട്ടോ, എൻ്റെ പേര് ചോദ്യത്തിലുണ്ട്, പക്ഷേ ആൻസറിൽ മറുപടി പറഞ്ഞില്ല. പക്ഷെ എന്നെ പരിചയപ്പെടുത്തിയത് ഞാൻ ഖുർആനിൽ മൂത്രമൊഴിച്ചുകൊണ്ട് ജനിച്ച ആളാണെന്നും ജനിച്ചപ്പം മുതലേ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും കടുത്ത വിരോധമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മറുപടിയുടെ ഏകദേശം പകുതിയോളം ഭാഗം വ്യക്തിപരമായിട്ട് എന്നെ താറടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടായിരുന്നു ആ മറുപടി. എനിക്കത് വായിച്ചപ്പോൾ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം ഇസ്ലാം എന്താണെന്നും ഇസ്ലാമിൻ്റെ ചരിത്രം എന്താണെന്നും എനിക്ക് അറിയാമായിരുന്നു. ആശയപരമായി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന വിമർശനങ്ങളോട്, വിയോജിപ്പുകളോട് ഒരു ജനാധിപത്യത്തിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ആശയപരമായി എതിരിടുക എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അന്യമായ ഒരു സംസ്കാരമാണ്. അത് ഇസ്ലാമിന് അസാധ്യവുമാണ്. അതിൻ്റെ കാരണം ആശയപരമായ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ തക്ക
ആശയപരമായ ഒരു മുതലല്ല ഇസ്ലാം എന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലൂടെ ചെറുതായിട്ടൊന്ന് കടന്നു പോകാം. ഇവിടെ പറഞ്ഞു മുഹമ്മദ് 13 വർഷം മക്കയിലും 10 വർഷം മദീനയിലുമായിട്ടാണ് തൻ്റെ പ്രവാചക ദൗത്യം പൂർത്തിയാക്കുന്നത്. ആ കാലഘട്ടത്തിൽ മുഹമ്മദ് നോർമലായിട്ട് പറഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും ഹദീസ് എന്ന പേരിലും, കുറച്ച് അബ്നോർമലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഖുർആൻ വെളിപാടുകൾ എന്ന രീതിയിലും അറിയപ്പെടുന്നുണ്ട്. ഇവിടെ ഖുർആൻ ദൈവത്തിൻ്റെ വചനങ്ങളാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്, ഖുർആൻ സ്വയം അവകാശപ്പെട്ടത്, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ 50 കൊല്ലം ഒരേ ഒരു കാര്യമാണ് ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഖുർആൻ ദൈവത്തിൻ്റെ വചനങ്ങളല്ല, അത് മനുഷ്യൻ എഴുതിയതാണ്. അത് ദൈവത്തിൻ്റെ വചനങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു ദൈവനിന്ദ വേറെ ഒന്നില്ല. ദൈവത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഖുർആൻ ദൈവം ഇറക്കിയതാണ് എന്ന് പറയുന്നത്. കാരണം 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര സമൂഹത്തിൽ ജീവിച്ചിരുന്ന കാര്യമായ അറിവും വിവരവും സംസ്കാരവും ഇല്ലാത്ത ഒരു മനുഷ്യൻ്റെ നിലവാരത്തിൽ ഒരു മനുഷ്യൻ്റെ വായിലൂടെ പുറത്തേക്ക് വന്ന വാക്യങ്ങൾ ആ മനുഷ്യൻ്റെ തലച്ചോറിൽ നിന്ന് വന്ന ആശയങ്ങളാണോ എന്നാണ് പ്രാഥമികമായി നമ്മൾ പരിശോധിക്കേണ്ടത്. ആ പരിശോധനയിൽ അതാണ് എന്ന് 101% ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് ദൈവത്തിൻ്റെ വെളിപാടല്ല എന്ന് ഈ സമൂഹത്തോട് കഴിഞ്ഞ 1/2 നൂറ്റാണ്ടായി പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ തെളിവുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്, പറയാത്ത കാര്യങ്ങളൊന്നും പുതുതായിട്ട് പറയുന്നില്ല. മക്കയിൽ മുഹമ്മദ് 13 വർഷക്കാലം എങ്ങനെയാണ് തൻ്റെ പ്രതിയോഗികളെ നേരിട്ടത് എന്നതിൻ്റെ വളരെ കൃത്യമായ ചിത്രം നിങ്ങൾക്ക് ഖുർആനിൽ തന്നെ കാണാം. നമ്മൾ വേറെ ചരിത്രമോ ഹദീസോ ഒന്നും തിരഞ്ഞു പോകണ്ട, ഖുർആനിൽ തന്നെ ഉണ്ട്. മക്കക്കാരെങ്ങനെയാണ് മുഹമ്മദിനെ നേരിട്ടത് എന്നതിൻ്റെ കൃത്യമായ ചിത്രവും ഖുർആനിൽ തന്നെ ഉണ്ട്. മക്കക്കാർ മുഹമ്മദ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വന്നപ്പോൾ മുഹമ്മദിനോട് ആവശ്യപ്പെട്ടു, മുഹമ്മദേ, നീ പറയും പോലെ നീ ഒരു ദൈവത്തിൻ്റെ പ്രവാചകനോ ദൂതനോ ആണെങ്കിൽ നീ ഇവിടെ പറയുന്ന പൂർവിക പ്രവാചകന്മാരുടെ കഥകളിൽ ഉണ്ടായി എന്ന് അവകാശപ്പെടുന്നത് പോലെയുള്ള അത്ഭുത കൃത്യങ്ങൾ കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നിന്റെ പ്രവാചകത്വം ഒന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാ. ഇതാണ് മക്കക്കാർ മുഹമ്മദിനോട് ആവശ്യപ്പെട്ടത്. തെളിവ് ചോദിക്കുകയാണ് ചെയ്തത്. അവർ യുക്തിവാദികളൊന്നും ആയിരുന്നില്ല, പക്ഷേ അവർ ദൈവവിശ്വാസികളും മതവിശ്വാസികളും ദൈവത്തെ ആരാധിക്കുന്നവരും ഒക്കെ ആയിരിക്കെ തന്നെ യുക്തിപരമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുഹമ്മദിനോട് പ്രവാചകത്വത്തിന് തെളിവ് ചോദിച്ചു. അതും മുഹമ്മദ് സ്വയം അവകാശപ്പെട്ടതുപോലെയുള്ള തെളിവുകളാണ് ചോദിച്ചത്. മൂസാ നബിയുടെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഈസാ നബിയുടെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, മറ്റേ നബിയുടെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഓരോ കാലത്തും പ്രവാചകന്മാരെ നിഷേധിച്ചവർക്കെതിരെ ദൈവത്തിൻ്റെ ശിക്ഷ ഇറങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് അത്ഭുത കഥകൾ പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് അവിടെ തൻ്റെ പ്രവാചകത്വ ദൗത്യം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പോഴാണ് അവർ അതുപോലെ ഒരു ദൃഷ്ടാന്തം കാണിക്കേ, മുഹമ്മദ് പറഞ്ഞ ദൃഷ്ടാന്തങ്ങളുടെ അതേ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ആവശ്യപ്പെട്ടു. മൂസാ നബി ആകാശത്ത് പോയി ഒരു കിതാബ് കൊണ്ടുവന്നു, ആകാശത്തല്ല ഒരു മലേൻ്റെ മുകളിൽ പോയിട്ടൊരു കിതാബ് കൊണ്ടുവന്നു, അതുപോലെ നീ ഒരു കിതാബ് കൊണ്ടുപോവാ. മൂസാ നബി വടി കൊണ്ട് ഒരു പാറപ്പുറത്തടിച്ചപ്പോൾ അവിടുന്ന് അരുവി ഒഴുകി, അതുപോലെ ഈ മരുഭൂമിയിൽ ഒരു അരുവി ഒഴുക്കി കാണിക്കുക. പിന്നെ ഏതോ പ്രവാചകന്റെ കാലത്ത് പാറയും കല്ലും ഒക്കെ സ്വർണ്ണമാക്കി എന്ന് പറയുന്നുണ്ട്. എങ്കിൽ നീ അതുപോലെ ഒരു സ്വർണം, നമ്മുടെ സഫാ മറുവ കുന്നുകളൊന്ന് സ്വർണ്ണമാക്കി കാണിക്കുക. ഇങ്ങനെ അല്ലെങ്കിൽ വരണ്ട് കിടക്കുന്ന ഈ മരുഭൂമിയിൽ നമുക്കൊരു തോട്ടം ഉണ്ടാക്കി കാണിക്ക് തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളാണ് അവരുന്നയിച്ചത്. അതിന് മുഹമ്മദ് പറഞ്ഞ മറുപടികളാണ് ഖുർആനിൽ നിരത്തി എഴുതി വെച്ചിട്ടുള്ളത്. ഖുർആനിൽ നമ്മളൊക്കെ പണ്ട് നിസ്കരിച്ചിരുന്നപ്പോഴും നിങ്ങൾ പലരും ഇപ്പോഴും നിസ്കരിക്കുമ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന പല കേൾക്കാൻ ഇമ്പമുള്ള ചെറിയ സൂറത്തുകൾ, ചെറിയ കവിതകൾ എല്ലാം ഇതുപോലെ അന്നത്തെ മക്കക്കാരുടെ യുക്തിപരമായ ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ്. ഒരു മറുപടി ഖുർആനിലെ ഒരു അധ്യായം തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നിങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഖുർആൻ പരിചയമുള്ളവരൊക്കെ കാണാപ്പാഠം ഓതിക്കൊണ്ട് നിസ്കരിക്കുന്ന ഒരു സൂറത്താണ്.
ഞാനൊക്കെ പണ്ട് നിസ്കരിച്ചിരുന്ന കാലത്ത് ഇതൊക്കെയാണ് ഓതിയിരുന്നത്. കാരണം അതൊക്കെ ചെറുതായതുകൊണ്ട് എളുപ്പം കാണാപ്പാടം പഠിച്ച് ഓതി വേഗം നിസ്കാരം കഴിച്ച് പോകാം. അതുകൊണ്ട് ചെറിയ സൂറത്തുകൾ തിരഞ്ഞെടുത്തിട്ടാണ് ഓതുക. അതിലൊരു സൂറത്താണ് തബ്ബത്ത് യദാ അബീ ലഹബിൻ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത്ത ലഹബ് വംറഅതുഹു അമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. സൂറത്തുൽ മസദ് എന്നാണ് പേര്. കേട്ട നല്ല അക്ഷരപ്രാസമൊക്കെ ഉള്ള ഒരു കവിതയാണ്. ഇത് ഓതി നിസ്കരിച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. പക്ഷേ മലയാളത്തിൽ ഖുർആൻ്റെ പരിഭാഷ വായിച്ചപ്പോഴാണ് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് ഞാൻ ഇത്രയും കാലം ചെയ്തതിൽ ലജ്ജ തോന്നിയത്, നിസ്കരിക്കുമ്പോൾ ഇത് ഓതിയതിൽ. കാരണം എന്താണതെന്നറിയോ? ആ സൂറത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: അബൂലഹബിൻ്റെ ഇരു കൈകളും നശിക്കട്ടെ, അവൻ നശിച്ചു പോട്ടെ. അവന് ധനവും സമ്പാദ്യവും ഉപകാരപ്പെടാതെ പോകട്ടെ. ജ്വലിക്കുന്ന തീയിൽ അവൻ കിടന്നു പൊരിയട്ടെ. അവൻ്റെ കെട്ടിയോളുണ്ടല്ലോ, ആ വർഗ ചുമട്ടുകാരി, ഓളും ഓളെ കഴുത്തിൽ മസദ് പിരിച്ചുണ്ടാക്കിയ ഒരു കയറുണ്ട്. ഇതാണ് ഈ പറഞ്ഞ സൂറത്തുൽ മസദിൻ്റെ അർത്ഥം. ഇനി എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? ആരാണ് ഈ അബൂലഹബ്? അബൂലഹബ് മുഹമ്മദിൻ്റെ എളാപ്പയാണ്. മുഹമ്മദിന് വാപ്പയില്ല, വാപ്പാൻ്റെ സ്ഥാനത്ത് കാണേണ്ട എളാപ്പയാണ് അബൂലഹബ്. കഴുത്തിൽ കയറിട്ടുകൊണ്ട് നടക്കുന്ന വിറക് ചുമട്ടുകാരിയായ ആ കെട്ടിയോള് മുഹമ്മദിൻ്റെ ഇളയമ്മയാണ്. ഇളയപ്പാനെയും ഇളയമ്മാനെയും ചീത്ത വിളിക്കുന്ന ഒരു തെറിപ്പാട്ടാണ് ഖുർആനിലെ ഈ അധ്യായം. എന്തിനാണ് തെറി വിളിക്കുന്നതെന്നറിയോ? മുഹമ്മദ് ചതി പ്രയോഗിച്ചു. മുഹമ്മദിന് തുടക്കം മുതലേ ചതിയായിരുന്നു പരിപാടി. മക്കയിൽ മുഹമ്മദ് ആദ്യം പ്രയോഗിച്ച ഒരു ചതിയുടെ ചിത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. മക്കക്കാര് അവിടെ അവരുടെ ഗോത്രത്തിന് നേരെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അക്രമങ്ങളോ അപായമോ വരാനുണ്ടെങ്കിൽ നാട്ടുകാർക്ക് അപായ സൂചന നൽകുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നോളജി ഉണ്ട്. ആ കഅബയുടെ അടുത്തുള്ള സഫ മർവ എന്ന് പറയുന്ന രണ്ട് പാറക്കുന്നുകളുടെ മുകളിൽ കയറി നിന്നിട്ട് പ്രത്യേക തരത്തിൽ ആളുകളെ വിളിക്കും, ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ ആളുകളെല്ലാം ഓടിക്കൂടും. അപ്പോൾ ഈ എന്താണോ വരാൻ പോകുന്ന ആപത്ത് അതിനെക്കുറിച്ച് അവരോട് സംസാരിക്കും. അത് അവിടുത്തെ ഒരു ഗോത്ര രീതിയായിരുന്നു. മുഹമ്മദ് ഒരു ദിവസം ആ പാറക്കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് എല്ലാവരും വണ്ടിയേരുമോ എന്ന് പറഞ്ഞ് വിളിച്ചു. എല്ലാവരും ഓടിക്കൂടിയ കൂട്ടത്തിൽ എളാപ്പയും ഇളയമയൊക്കെ ഉണ്ടായിരുന്നു, അബൂലഹബും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വന്നപ്പോൾ മുഹമ്മദ് നാട്ടിൽ അപായ സൂചന പറയുന്നതിന് പകരം മുഹമ്മദിൻ്റെ തൗഹീദിൻ്റെ സുവിശേഷം അവിടെ നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. അത് കേട്ടപ്പോൾ വന്നവരൊക്കെ ദേഷ്യം പിടിച്ച് തിരിച്ചുപോയി. കൂട്ടത്തിൽ അബൂലഹബ് മുഹമ്മദിനെ ശപിച്ചുകൊണ്ട്, നിനക്ക് നാശം മുഹമ്മദേ, നീ ഇതിനാണോ മനുഷ്യനെ മെനക്കെടുത്തിയത് എന്ന് ചീത്ത പറഞ്ഞുകൊണ്ട് എളാപ്പ പോയി. എളാപ്പി നാട്ടുകാരൊക്കെ പോയ സമയത്ത് ആ കല്ലിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് മുഹമ്മദ് വെളിപാട് അവതരിപ്പിച്ചു. ആ വെളിപാടാണ് ഞാനിപ്പോൾ ഓതി കേൾപ്പിച്ചതും നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഓതുന്നതുമായ സൂറത്തുൽ മസദ്. എളാപ്പാനെ കുറിച്ചാണ് പറയുന്നത്. അബൂലഹബിൻ്റെ രണ്ട് കൈകളും നശിച്ചു പോട്ടെ, ഓൻ സമ്പാദിച്ചതും നശിച്ചു പോട്ടെ, ഓൻ നരകത്തിൽ കിടന്ന് പൊരിയട്ടെ, ഓൻ്റെ ആ കെട്ടിയോളുണ്ടല്ലോ കഴുത്തിൽ കയറും കെട്ടി നടക്കുന്ന വിറക് ചുമട്ടുകാരി, അവളും നശിച്ചു പോകട്ടെ എന്ന് പറയുന്ന ഈ പുലഭ്യം പറച്ചിൽ അന്നാണ് അവതരിച്ചത്. നമ്മളോട് ഈ ഖുർആനും ഈ മതവും പറയുന്നത്, ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം പ്രപഞ്ചം അവസാനിക്കുന്നത് വരെ ഇവിടെ ജീവിക്കാൻ പോകുന്ന മുഴുവൻ മനുഷ്യർക്കും ധാർമ്മികതയുടെ മാർഗനിർദ്ദേശനം നൽകാൻ വേണ്ടി പ്രപഞ്ചമുണ്ടാക്കും മുമ്പേ തയ്യാറാക്കി വെച്ച ഒരു വലിയ കിതാബിൽ നിന്ന് അവസാനത്തെ കൺക്ലൂഡിങ് വേർഷനായിട്ട് നമുക്ക് അവതരിപ്പിച്ചു തന്ന ദൈവത്തിൻ്റെ പുസ്തകമാണ് ഖുർആൻ എന്നാണ്. ആ പുസ്തകത്തിൽ മുഹമ്മദിൻ്റെ എളാപ്പാനെയും ഇളയമാനെയും തെറി വിളിക്കുന്ന ഈ അധ്യായത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ഇത് ആദ്യം വായിച്ചപ്പോൾ ചിന്തിച്ചു. എൻ്റെ ഈമാൻ അങ്ങോട്ട് പോയി. അവിടെ നിന്നിട്ടാണ് ഞാൻ ഈ പരിപാടി തുടങ്ങുന്നത്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, മക്കയിൽ മുഹമ്മദ് സ്വീകരിച്ച നിലപാട് ഇങ്ങോട്ട് വിമർശനങ്ങൾ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ മുഹമ്മദിനോട്
തെളിവ് ചോദിക്കുകയോ ചെയ്ത മക്കാരോട് മുഹമ്മദ് എടുത്ത നിലപാട് ഇതാണ്. അവരെ ചീത്ത വിളിക്കുക, ഭീഷണിപ്പെടുത്തുക, തെറി വിളിക്കുക തുടങ്ങിയിട്ടുള്ള കലാപരിപാടികളാണ്. ഇത് ഞാൻ ചെറിയ ഒരു ഉദാഹരണമാണ് ഇപ്പം പറഞ്ഞത്. രണ്ടാമത്തെ ഉദാഹരണം പറയാൻ സമയമുണ്ടോ? നമുക്ക് പറയാൻ സമയം തരാം. മാഷ് നബീൻ്റെ എളാപ്പാനെയും എളാമാനെയും അള്ള ചീത്ത വിളിച്ച് കേട്ടിട്ട് ഇത് അള്ളാഹുവിൻ്റെ ദൈവമെല്ലാം തിരിച്ചറിഞ്ഞു എന്നാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞത്. ഞാൻ 2 പേരുകൾ പറയാം. ഒന്ന് ഉത്തബ ഇബ്നു അബൂ ലഹബ്, ഒന്ന് ദുറ. ആൺകുട്ടിയും പെൺകുട്ടിയും. അബൂലഹബിൻ്റെ 2 മക്കളാണ്. അബൂ സുഫിയാൻ്റെ കഴുത്തിൽ വാള് വെച്ച് ഷഹാദത്ത് കലിമയുടെ പകുതി ചൊല്ലിച്ച് ഇസ്ലാമിലേക്ക് ആക്കിയ കൂട്ടത്തിൽ അബൂലഹബിൻ്റെ 2 മക്കൾക്കും ഹിദായത്ത് കിട്ടി. ഇങ്ങനെ ഹിദായത്ത് കിട്ടിയ അബൂലഹബിൻ്റെ 2 മക്കള് ഓലും സുബീസ്കരിച്ചിട്ടുണ്ടാവുമല്ലോ, ഓലും തറാബീസ്കരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവര് ചൊല്ലാണ് സ്വന്തം ബാപ്പാനെ കുറിച്ച്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. എല്ലാം എൻ്റെ ചങ്ങായിമാരെ, സ്വന്തം വാപ്പാനെ കുറിച്ച് പ്രപഞ്ച സൃഷ്ടാവായ പടച്ചോൻ തെറി, ഉമ്മാനെയും വാപ്പാനെയും തെറി എഴുതി വെച്ചത് നിസ്കാരത്തിൽ ഓതിയിട്ട് നിസ്കരിക്കേണ്ടി വന്ന 2 മക്കളുടെ അവസ്ഥ അതാലോചിക്കാനുള്ള ചെറിയ മൂളുണ്ടെങ്കിൽ അള്ള ഈ പണിക്ക് നിൽക്കുമോ? എന്നിട്ടല്ലേ നിങ്ങൾക്ക് നബിൻ്റെ എളാപ്പാനോടുള്ള സ്നേഹം? എന്താ കഥ ഇത്? ഈമാൻ്റെ മുമ്പിൽ ഇതൊന്നും ഒന്നുമല്ല മാഷേ. നിങ്ങൾക്ക് ഈമ ഇല്ലാണ്ടായിപ്പോയി. ആ കുട്ടികൾക്ക് ഈമ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഉമ്മാനെയും വാപ്പാനെയും തെറി വിളിച്ചാലും അവർക്ക് കുഴപ്പമില്ല. അതാണ് സംഭവം. അബൂലഹബിൻ്റെ മക്കൾക്ക് ഈ ഗതികേടാണ് വന്നതെങ്കിൽ അതിനേക്കാളും വലിയ ഗതികേട് വേറെ മക്കളുണ്ടായിരുന്നു ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ. 2 പേരുടെ പേര് ഞാൻ പറയാം. ഒന്ന് ഖാലിദ് ബിൻ വലീദ്, മറ്റൊന്ന് അംർ ബിൻ ആസ്. ഇസ്ലാം ചരിത്രം വായിച്ചവരൊക്കെ ഈ 2 പേരും കേട്ടിട്ടുണ്ടാവും. ഖാലിദ് ബിൻ വലീദ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പടത്തലവനായി ഖലീഫയുടെ തൊട്ടടുത്ത സ്ഥാനം വഹിച്ചുകൊണ്ട് ഇസ്ലാമിന് നേതൃത്വം കൊടുത്ത ചരിത്ര പുരുഷനാണ്. അതുപോലെ തന്നെ അംർ ബിൻ ആസ് ഈജിപ്തിലെ ഗവർണറൊക്കെ ആയിട്ടുള്ള ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ തലതൊട്ടപ്പനായ പടയാളിയായിരുന്നു അംർ ബിൻ ആസ്. ഇവർ 2 പേരും നിസ്കരിക്കുമ്പോൾ ഇവരുടെ വാപ്പമാരെ ഇതിനേക്കാളും വലിയ തെറി വിളിച്ചുകൊണ്ട് നിസ്കരിക്കണം. ഖാലിദ് ബിൻ വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന ഒരു ഖുറൈശി പ്രമാണിയുടെ മകനാണ്. ഖുർആനിൽ മക്കയിൽ അവതരിച്ച അധ്യായങ്ങളിൽ ഒരുപാട് വാക്യങ്ങളും ഒരുപാട് അധ്യായങ്ങളും ഈ വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന മനുഷ്യനെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് അവതരിപ്പിച്ചതാണ്. ഖലം എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് ഖുർആനിൽ, 68-ാമത്തെ അധ്യായം. 68-ാമത്തെ അധ്യായത്തിൽ വലീദ് ബിൻ മുഗീറയെ കുറിച്ച് പറയുന്നത്, കുത്തുവാക്ക് പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവനും നല്ല തടസ്സക്കാരനും അതിക്രമിയും മഹാപാപിയും ഇതിനൊക്കെ പുറമെ തന്തക്ക് പിറക്കാത്തവനും. സനീം എന്നാണ് അറബിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സനീം എന്ന് പറഞ്ഞാൽ ബാസ്റ്റാർഡ്, ബാപ്പയില്ലാതെ തന്തയില്ലാതെ ജനിച്ചവൻ. ഈ ഖുർആൻ വാക്യം നിസ്കരിക്കുമ്പോൾ ഓതാറുള്ളൊരു ഖുർആൻ അധ്യായമാണ്. ആ വലീദ് ബിൻ മുഗീറയുടെ മകനാണ് ഖാലിദ് ബിൻ വലീദ് എന്ന് പറയുന്ന പിന്നീട് ഇസ്ലാമിൻ്റെ പടത്തലവനായി മാറിയ സഹാബി. അദ്ദേഹം നിസ്കരിക്കുമ്പോൾ ഓതിയിട്ടുണ്ടാവുക സ്വന്തം വാപ്പാനെ തന്തക്ക് പറക്കാത്തവൻ എന്ന് വിളിച്ചുകൊണ്ടാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ, ഒരു പടച്ചോൻ ഒരു കിതാബ് ഇറക്കിയതിൻ്റെ ഗതികേട്. ഇനി അംർ ബിൻ ലാസിന്റെ കഥയും കൂടെ പറയാം. അത് വളരെ എളുപ്പം പറയാം, ചെറിയ സൂറത്താണ്. അതുകൊണ്ട് അല്ല, ഒരു ചോദ്യം, ഈ വലീദ് ബിൻ മുഗീറ തന്നെയല്ലേ മറ്റേ വാലറ്റവൻ എന്ന് പറഞ്ഞത്? അല്ല, അതാണ് ഇനി പറയാൻ പോകുന്നത്. അത് അംർ ബിൻ ലാസിന്റെ വാപ്പയാണ്. അംർ ബിൻ ലാസ് നിങ്ങൾക്കറിയാം, ഈജിപ്തിലെ ഗവർണർ അടക്കമായിട്ടുള്ള ഇസ്ലാമിൻ്റെ മറ്റൊരു വലിയ പടത്തലവനായിരുന്നു. അംർ ബിൻ ലാസിൻ്റെ വാപ്പാൻ്റെ പേര് ആസ് ബിൻ വാഇൽ എന്നായിരുന്നു. മുഹമ്മദ് നബിയുടെ ആദ്യ ഭാര്യ ഖദീജ ആൺകുട്ടിയെ പ്രസവിച്ച് ആ കുട്ടി പെട്ടെന്ന് മരിച്ചുപോയ സമയത്ത് ഈ ആസും കൂട്ടരും പറഞ്ഞു, മുഹമ്മദിൻ്റെ വാലറ്റുപോയിരിക്കുന്നു, അബുത്തറായിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപാടെ അള്ളാഹു ഒരു സൂറത്തങ്ങട്ട് ഇറക്കി. ആ സൂറത്ത് കേട്ടിട്ടില്ലാത്തവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല, കാരണം 3 ആയത്തേ ഉള്ളൂ അതിനകത്ത്. നിസ്കരിക്കുമ്പോൾ ഞാനൊക്കെ അതാണ് ഓതിയിരുന്നത്.
ഇന്ന അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലി റബ്ബിക വൻഹർ ഇന്ന ഷാനിയക ഹുവൽ അബ്തർ. എന്താ അതിൻ്റെ അർത്ഥം? നിനക്ക് ഞാനൊരു വലിയ കുളം കുത്തിവെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ നിസ്കരിക്കുകയും ബലിയർക്കുകയും ചെയ്യുക. നിന്നോട് പകവെക്കുന്ന ഓരുണ്ടല്ലോ, ഓര് തന്നെയാണ് വാല് മുറിഞ്ഞവർ, വാലറ്റവർ, കുറ്റിയറ്റവർ എന്നാണ് അതിൻ്റെ അർത്ഥം. അൽ ആസുബിന് വായിൽ എന്ന് പറയുന്ന സ്വഹാബിയാണ്, സ്വഹാബിയല്ല, അന്നത്തെ ഖുറൈശി നേതാവാണ് മുഹമ്മദിനെ അബ്തർ, വാല് മുറിഞ്ഞവൻ എന്ന് വിളിച്ചത്. അതിനുള്ള മറുപടിയായിട്ട് അദ്ദേഹത്തെ തിരിച്ച് അള്ളാഹു വിളിച്ചതാണ് നീ തന്നെയാണ് വാലറ്റവൻ എന്ന്. പക്ഷെ ചരിത്രത്തിൽ അൽ ആസുബിന് വായിലിൻ്റെ വാല് ഇസ്ലാമിൻ്റെ തലയായി എന്നതാണ് നമ്മൾ കണ്ടത്. ആ അംറുബിൻ ആസ് ഖുർആൻ ഓതി നിസ്കരിക്കുമ്പോൾ സ്വന്തം വാപ്പാനെ വാല് മുറിഞ്ഞവൻ എന്ന് വിളിക്കണം, ആ വാലായിക്കൊണ്ട് തന്നെ. ഇതാണ് മക്കയിലെ അള്ളാഹു ഇറക്കിയ ഓരോ ഖുർആൻ അധ്യായങ്ങളുടെയും അവസ്ഥ. തീർന്നില്ല, ഇത് പറയാനിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടാളും വൈകുന്നേരം കൂടെ പഠിക്കുന്നാലും എണീറ്റ് പോവില്ല. ഈ കാര്യത്തിൽ രണ്ട് കാര്യം. ഞാൻ ഒന്ന്, സ്വന്തം എന്താ പറയുക, വാപ്പാനെ കുറിച്ച് ബാസ്റ്റഡ് എന്ന് സൂറത്തോതി നിസ്കരിക്കുന്ന ഒരു മോൻ്റെ മനോവികാരം. പക്ഷെ ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇസ്ലാമിൽ അതായത് ഈമാൻ ഉറച്ചാൽ ഉമ്മാനെയും വാപ്പാനെയും ചീത്ത വിളിക്കാൻ ഒരു കുഴപ്പമില്ല. ഈമാനുള്ള പലരും അവനവൻ്റെ ഉമ്മാനെയോ അപ്പുറത്തുള്ള വീട്ടിലെ മുസ്ലിമായ ഉമ്മാനെയോ ഇപ്പോഴും അസഭ്യവും പുലഭ്യവും പറയുന്നതിൻ്റെ പിന്നിലുള്ള കാരണവും ഇത് തന്നെയാണ്. ഇല്ല, രസകരമായ കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ മാഷ് പറഞ്ഞു വാലറ്റവൻ എന്ന് അള്ളാഹ് ഖുറാനിൽ പറഞ്ഞ ആള് പിന്നെ ഇസ്ലാമിൻ്റെ തലയായി എന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ അബ്തറായ ഒരാൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ വേറെ ഉണ്ട്, അതുകൂടി നിങ്ങൾ പറയണം, അപ്പോഴാണ് കഥ പൂർത്തിയാവുള്ളൂ. യഥാർത്ഥത്തിൽ വാലറ്റത് ആർക്കാണ്? അത് ഞാൻ തന്നെ പറയണോ? ഈ ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചാൽ അംറുബിൻ ആസിൻ്റെ വാല് ഇസ്ലാമിൻ്റെ തലയാവുന്നതും അംറുബിൻ ആസിനെ വാലറ്റവൻ എന്ന് വിളിച്ച മുഹമ്മദ് വാലറ്റവനാകുന്നതുമാണ് നമ്മൾ കാണുന്നത്. മുഹമ്മദിൻ്റെ കുടുംബത്തിൻ്റെ വേര് കംപ്ലീറ്റ് ആയിട്ട് അറുത്ത് കളഞ്ഞു. അന്ന് മുഹമ്മദ് ചീത്ത വിളിച്ച് നടന്നിരുന്ന അബൂ സുഫിയാൻ്റെ സന്തതി പരമ്പരകൾ പിന്നീട് ഇസ്ലാമിൻ്റെ തന്നെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുഹമ്മദിൻ്റെ വംശ പരമ്പരയെ തന്നെ കുറ്റിയറ്റതാക്കി മാറ്റുന്നതാണ് പിന്നീട് ചരിത്രത്തിൽ നമ്മൾ കണ്ടത്. മുഹമ്മദിന് ആൺമക്കൾ ജനിച്ചില്ല, പെൺമക്കളിൽ കൂടെ വന്നിട്ടുള്ള പേരക്കുട്ടികളെപ്പോലും മുഴുവനും കൊന്നൊടുക്കിക്കൊണ്ട് മുഹമ്മദിനെ അബ്തറാക്കുന്നതാണ് ചരിത്രത്തിൽ നമ്മൾ കണ്ടത്. ചിന്തിക്കുന്നവർക്ക് ഇതൊക്കെ നല്ല ദൃഷ്ടാന്തമാണ്. മുഹമ്മദിൻ്റെ മരണശേഷം നടന്ന ഇസ്ലാമിൻ്റെ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഇസ്ലാമിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വല്ല അവാർഡും കൊടുക്കണം, മണ്ടത്തരത്തിനുള്ള അവാർഡ്. ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ എങ്ങോട്ട് പോകുന്നത്. അബ്തറിൻ്റെ കഥ ഏകദേശം തീരുമാനമായി. മുഹമ്മദ് നബീനെ അബ്തർ എന്ന് വിളിച്ചാലും മുഹമ്മദിലേക്ക് എത്തുന്ന സന്തതി പരമ്പര ഇന്ന് ലോകത്തെവിടെയില്ല, മുഹമ്മദിലേക്ക് എത്തൂല. നമ്മളെ നാട്ടിൽ ഇന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന സകല തങ്ങന്മാരും വാപ്പാൻ്റെ 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 ഇതാണല്ലോ പരമ്പര ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ. ഇതിങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ സൈനുൽ ആബിദീനിൽ ചെന്ന് അവിടുന്ന് ഹസൻ ബിൻ അലിയിലേക്ക് ചെന്ന് അവിടുന്ന് അലി ബിൻ അബി താലിബിലേക്ക് ചെന്ന് അവിടുന്ന് അബൂ താലിബിന് അബ്ദുൽ മുത്തലിബിലേക്കാണ്ട് പോകും. അതിനിടയിൽ എവിടെ അബ്ദുള്ളയും മുഹമ്മദൊന്നും വരുന്നില്ല. ആക്ച്വലി മുഹമ്മദ് നബിയുടെ വാല് ചരിത്രത്തിൽ അവരുടെ സന്തതി പരമ്പര മുറിഞ്ഞു പോയി എന്നുള്ളതിന് ഇതാണ് തെളിവ്. എൻ്റെ ചോദ്യം, മാഷേ, അന്ന് ഇവർ ഓതി, ശരി സമ്മതിച്ചു, വാപ്പാനെ വാലറ്റവെന്ന് വിളിച്ചു, ബാസ്റ്റേഡ് എന്ന് വിളിച്ചതൊക്കെ ഒരു ഓതി മക്കള്. ഇവരുടെ മക്കളും മക്കളുടെ മക്കളും മക്കളുടെ മക്കളുമായിട്ട് പരമ്പര പേറുന്നവർ ഇന്നും ഒരുപക്ഷെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാവില്ലേ? അവരൊക്കെ ഇപ്പം ഇതന്നെ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ടാവില്ലേ? തീർച്ചയായിട്ടും മുഹമ്മദിൻ്റെ പരമ്പരയിൽ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ഈ പറഞ്ഞ ഖാലിദിൻ്റെയും വലീദിൻ്റെയും ആസുബിന് വായിലിൻ്റെയും ഒരുപക്ഷെ അബൂലഹബിൻ്റെയും ഒക്കെ സന്തതി പരമ്പരകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ടാവും. അവരൊക്കെ അവരുടെ വല്യാപ്പമാരെ ഇതുപോലെ തന്തയില്ലാത്തവനെന്നും വാല് മുറിഞ്ഞവനെന്നും പിന്നെ വിറക് ചുമട്ടുകാരിയുടെ കഴുത്തിൽ കയറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ടാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ടി വരുന്നത് എന്ന ഗതികേടിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്.
ഇനി ഒന്നും കൂടിയുണ്ട്. അതായത് നമ്മൾ സനീം എന്ന് വിളിച്ചിട്ട് വെറുതെ പോകാൻ പറ്റില്ലല്ലോ. സനീം എന്ന് വിളിക്കാൻ ഒരു കാരണമുണ്ട്, അതും കൂടിയും പറഞ്ഞിട്ട് തന്നെ പോവാം. നമ്മളിപ്പോൾ ഇനി ഒന്നും പറയാതിരിക്കണ്ട, കാരണം നമുക്ക് തന്തക്ക് വിളി കേട്ട് ഇപ്പോൾ തഴക്കം വന്നു. ഇസ്ലാമിൽ തന്തക്ക് വിളി ഒരു സുന്നത്താണ്. സനീം ബാസ്റ്റഡ്. അപ്പോൾ അതന്നെയാണ് ഒരു അർത്ഥത്തിൽ തന്തക്ക് വിളിയെന്ന്. അപ്പോൾ എത്ര തന്തക്ക് പിറന്നതാന്നൊക്കെ നമ്മളോട് ഭയങ്കര ശബ്ദത്തിൽ ചോദിക്കുന്ന മഹാന്മാര് അള്ള ഖുർആനിൽ ആയത്തിറക്കേണ്ടി വന്ന ഗതികേടെന്തായിരുന്നു? മുഹമ്മദ് നബിനെ ഇതിന് സമാനമായ പേര് വിളിച്ച് അവിടെ ചില അറബികൾ കുത്തുവാക്ക് പറഞ്ഞു. കുന്നിൻ ചെരുവിലെ ഈന്തപ്പന എന്ന് വിളിച്ചു എന്നാണ് ചില ചരിത്രങ്ങളിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത്. അത് വേണ്ടെന്നാണ് മാഷ് പറയണത്. നമ്മളെ സംസ്കാരം അതല്ലാത്തത് കൊണ്ട് മാത്രം ചരിത്ര ഗ്രന്ഥങ്ങളിലെ ടാലിയാവാത്ത കണക്കുകൾ ഞാൻ മാഷിന്റെ നിർദ്ദേശം കൂടി മാനിച്ച് വെറുതെ വിടുക. അപ്പം അതുകൊണ്ട് അത്തരം പദപ്രയോഗങ്ങളിലേക്ക് നമുക്ക് അക്രമ പരമ്പരയിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് ഇസ്ലാം പ്രതിരോധത്തിന് ചീത്തവിളിയുടെ മാർഗത്തിൽ നിന്നും പിന്നീട് കുറച്ചും കൂടെ പുരോഗമിച്ച മറ്റൊരു മാർഗത്തിലേക്ക് മാറിയത് എന്ന് അതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ലിയാഖത്ത് അലി വിശദീകരിക്കും. ഞാൻ അധികം സംസാരിക്കുന്നില്ല. അപ്പോൾ ജബ്ബാർ മാഷിന്റെ എങ്കിലും ബോധം പ്രബോധകർക്ക് ഉണ്ടായാൽ ഇസ്ലാമിന് കുറച്ചുകൂടി ആയുസ്സുണ്ടാവും എന്നാണ് എനിക്ക് ഇപ്പോൾ പുതുതായി നാമ്പെടുത്ത പുതിയ ന്യൂജൻ റാപ്പ് റോക്ക് ദാഴിമാരോടൊക്കെ പറയാനുള്ളത്. നമ്മൾ ചരിത്ര പുസ്തകങ്ങൾ വിശകലനം ചെയ്യാനും വായിക്കാനൊക്കെ തുടങ്ങിയാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ മാന്യതയുടെ അതിർവരമ്പുകൾ ഞങ്ങൾ പാലിക്കാൻ നിങ്ങൾ കൂടി സഹകരിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കും. ഇനി നമ്മൾ അക്രമ പരമ്പരകളിലേക്ക് പോകാം. നമ്മൾ ഈ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ പ്രതിരോധ പ്രവർത്തനത്തിന് അനുമതി കിട്ടിയിരുന്നില്ല മക്കയിൽ എന്നാണ് പൊതുവെ വെപ്പ്. മക്കയിലെല്ലാം സഹിച്ചു, ക്ഷമിച്ചു, അക്രമത്തിനിരയായി, പീഡിപ്പിക്കപ്പെട്ടു, നാടുകടത്തപ്പെട്ടു, ഇത്തരം കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ദ സീൽഡ് നെക്ടർ എന്ന് പറയുന്ന ഒരു പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത, ഇത് ഒരു കാലത്ത് പ്രവാചക ചരിത്രം എഴുതുന്ന ഒരു മത്സരം സംഘടിപ്പിക്കുകയും അതിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്ത പുസ്തകമായിട്ടാണ് ഞാൻ ഇത് മനസ്സിലാക്കുന്നത്. 1-ാം സ്ഥാനം തന്നെ വിചാരം. ദ സീൽഡ് നെക്ടർ. സഫിയുർ റഹ്മാൻ അൽ മുബാറക് പുരിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. അൽ റഹീഖുൽ മഖ്തൂം എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഏറ്റവും നല്ല പ്രവാചക ചരിത്രത്തിനുള്ള ഖ്യാതി നേടിയിട്ടുള്ള പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഞാനൊരു ഭാഗം വായിക്കാം. ഖുർആനിലെ 96-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനം അവതരിക്കുന്ന പശ്ചാത്തലത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് അവിടെ പറയുന്നത്, മുഹമ്മദ് നബി ഈ വിഗ്രഹങ്ങളൊക്കെ പ്രതിഷ്ഠിച്ച കഅബയിൽ പോയി ആരാധന നടത്തുമായിരുന്നു. അവിടെ അന്ന് നിസ്കാരമോ അറിയില്ല, നിസ്കരിക്കാനോ പ്രാർത്ഥിക്കാനോ ഒക്കെ കഅബയും പരിസരവുമായി ബന്ധപ്പെട്ട് പോകുമായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, ആ കഅബയിൽ പ്രതിഷ്ഠിച്ച ദൈവങ്ങളെയും അവരുടെ ആരാധനയെയും ഒക്കെ നിന്ദിക്കുകയും അതിനെ നിഷേധിക്കുകയും നിരാകരിക്കുകയും അത് ചെയ്യുന്നതിൻ്റെ പേരിൽ അവരുടെ ആ ഗോത്രക്കാരെ മുഴുവൻ ആക്ഷേപിക്കുകയും ചെയ്തിരുന്ന മുഹമ്മദ് അതേ ആരാധനാലയത്തിൻ്റെ പരിധിയിൽ പോയി നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക പതിവായിരുന്നു. അപ്പോൾ അവിടെ വേറെയും ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർ ഇദ്ദേഹത്തെ കളിയാക്കുകയും പരിഹസിക്കുകയും നാക്കുകൊണ്ട് ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരിക്കൽ അബൂ ജഹൽ എന്ന പേരിൽ ഇവർ വിളിക്കുന്ന അബുൽ ഹക്കം, അദ്ദേഹം കുറേ ആളുകളൊക്കെ കൂടി ഇദ്ദേഹത്തെ ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് 2 സംഭവങ്ങളാണ് ഇതിനകത്ത് ഉദ്ധരിക്കുന്നത്. ഒന്ന് 75-34 പശ്ചാത്തലവും ഒന്ന് 96-17 പശ്ചാത്തലവും. അബൂജഹൽ വായ കൊണ്ട് പരിഹസിച്ചതിന്, കളിയാക്കിയതിന് അബൂജഹലിൻ്റെ കൊങ്ങക്ക് പിടിച്ച് ചുമരിലേക്ക് ചാർത്തിയിട്ടുണ്ട് മുഹമ്മദ്. പ്രതിരോധമാണ്, ശ്രദ്ധിക്കണം. പ്രതിരോധം. നാക്കുകൊണ്ട് പരിഹസിച്ചതിൻ്റെ പേരിൽ ഒരാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ആണ് പ്രതിരോധിച്ചത്. അപ്പം ഇങ്ങനെ ഒരു സംഭവം ചരിത്രത്തിലുണ്ട്. അത് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പോവാണ്. വേറെ ഒന്ന്, ഖുറൈശികൾ പ്രതികരിച്ച് തുടങ്ങുന്ന ഒരു ഘട്ടം എന്ന രീതിയിൽ മാർട്ടിൻ ലിങ്സിൻ്റെ മുഹമ്മദ് എന്ന പുസ്തകത്തിൽ എഴുതി വെക്കപ്പെട്ട ഒരു ചരിത്രത്തിൽ
ഖുറൈശികളിലെ അവരെ ദൈവത്തെയൊക്കെ നിന്ദിക്കുമ്പോഴും അവർ സാധാരണഗതിയിൽ അവർ സംയമനം പാലിച്ചിരുന്നു എന്നാണ്. ഈ പുസ്തകത്തിൽ ഞാനിപ്പോൾ കാണിക്കുന്ന പേജ്, ആ 110-ാമത്തെ പേജാണ്. ആ 110-ാമത്തെ പേജിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് കാണാം, ഖുറൈശികൾ മൊത്തത്തിൽ പുതിയ മതത്തോട് സഹിഷ്ണുത കാണിക്കാൻ തയ്യാറായിരുന്നു. പുതിയ മതം തങ്ങളുടെ ദൈവങ്ങൾക്കും തത്വങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരാണെന്ന് തിരിച്ചറിയുന്നത് വരെ. അതായത് ഇതിനെ എതിർക്കുക, ഇതിനെ ആക്ഷേപിക്കുക എന്നൊരു പരിപാടി തുടങ്ങുന്നത് വരെ മുഹമ്മദിൻ്റെ ഏകദൈവ വിശ്വാസത്തെയും മുഹമ്മദിൻ്റെ പ്രാർത്ഥനാ സ്വാതന്ത്ര്യത്തെയും ആരാധനാ സ്വാതന്ത്ര്യത്തെയും അവർ സഹിഷ്ണുതയോടെ കണ്ടിരുന്നു. ഒരു ഘട്ടം കഴിയുമ്പോൾ മുഹമ്മദ് ഇവരുടെ ദൈവങ്ങളെ ചീത്ത വിളിക്കുന്നുണ്ട്, ഇവരെ അധിക്ഷേപിക്കുന്നുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട്. ആ സമയത്തുണ്ടായ ഒരു തർക്കത്തിൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, അവസാനം അതൊരു ഏറ്റുമുട്ടലിൽ എത്തി. സുഹ്റ ഗോത്രത്തിലെ സഅദ് ഒരു ഒട്ടകത്തിൻ്റെ താടിയെല്ല് കൊണ്ട് അവിശ്വാസികളിൽ ഒരാളെ അടിക്കുകയും അയാൾക്ക് മുറിവേൽക്കുകയും ചെയ്തു. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ സംഘർഷമാണിത്. അതായത് ആദ്യം രക്തം പൊടിഞ്ഞത് മുഹമ്മദിൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ ഒട്ടകത്തിൻ്റെ തലയോട്ടിയെടുത്ത് വിമർശിച്ച ഒരുത്തൻ്റെ തലക്കടിച്ചതിൽ സഅദ് ബിൻ അബീ വക്കാസ്. അപ്പം അക്രമത്തിനും ആയുധമെടുക്കാനും ഒന്നും അള്ളാഹുവിൻ്റെ അനുവാദമില്ലാത്ത മക്കാക്കാലത്ത് ഒട്ടകത്തിൻ്റെ തലയോട്ടി ചിലപ്പോൾ ആയുധമായിട്ട് പരിഗണിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു കഥ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോകുമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം മാഷോട് ചോദിക്കുക, അബൂലഹബിൻ്റെ 2 കരങ്ങളും നശിക്കും എന്ന് പറഞ്ഞല്ലോ. അബൂലഹബ് നാശമടയുകയും ചെയ്തു. ഇത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമായും പ്രവചനമായും പറയപ്പെടുകയും അബൂലഹബ് പുഴുവരിച്ച് മരിച്ചു എന്ന് ആഹ്ലാദിക്കുകയും ചെയ്യുന്നവരാണ് വിശ്വാസി സമൂഹം. എങ്ങനെയാണ് അബൂലഹബ് മരിച്ചത്? അതുകൂടി നമ്മൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഉഹദ് ബദർ യുദ്ധം കഴിഞ്ഞ് അതിൻ്റെ വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതിൻ്റെ വിജയവാർത്ത, അതായത് മക്കക്കാരെ സംബന്ധിച്ച് മക്കക്കാരുടെ പരാജയ വാർത്ത അറിഞ്ഞ സമയത്ത് മക്കയിലുണ്ടായിരുന്ന അബ്ബാസിൻ്റെ ഭാര്യ, അബ്ബാസിൻ്റെ അടിമയായിരുന്ന ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരൊരു പണി അമ്പ് മൂർച്ചയായി രാഗിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അബൂലഹബ് അവിടേക്ക് വരികയും ഈ വിജയത്തിൻ്റെ കഥ പറയുകയും ചെയ്ത സമയത്ത് അബൂലഹബ് ഇയാളെ പിടിച്ച് ഉന്തിന്നോ തള്ളിന്നോ അടിച്ചു എന്നൊക്കെ പറയപ്പെടും. അതായത് മക്കക്കാർ പരാജയപ്പെട്ടതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന 2 മക്കക്കാരെ കണ്ടപ്പോൾ അതിൽ ക്ഷുഭിതനായ അബൂലഹബ് അതിനോട് പ്രതികരിച്ചു, അദ്ദേഹം പിടിച്ചു തള്ളി എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ഈ പറയപ്പെടുന്ന അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ ഭാര്യ ഒരു വിറക് കൊള്ളി എടുത്ത് അബൂലഹബിൻ്റെ തലയടിച്ച് പൊളിച്ചു. തലയോട്ടി പിളർന്ന് അത് സെപ്റ്റിക്കായിട്ടാണ് 7 ദിവസത്തിലധികം ജീവിച്ചിരുന്നില്ല എന്നാണ് കഥ. അപ്പോൾ അബ്ബാസിൻ്റെ ഭാര്യ തലക്കടിച്ച് കൊന്നതിലാണ് അള്ളാഹു ഊറ്റം കൊള്ളുന്നത് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മിപ്പിച്ചു. പ്രവാചകൻ മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് അവിടെ തന്നെ കുഴികുത്തി തോണ്ടിയിടുകയാണ് ചെയ്തത് എന്നും പറയുന്നുണ്ട്. കാരണം പ്രവാചകൻ മരിച്ചിട്ട് മയ്യത്ത് തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അടുത്ത ഖലീഫയാകാൻ വേണ്ടിയുള്ള ഗൂഢാലോചനകളുമായിട്ട് പല ഗ്രൂപ്പുകളായിട്ട് അടികൂടുകയായിരുന്നു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് മയ്യത്ത് ആ വെച്ചുകൊണ്ടിരുന്ന മുറിയിൽ തന്നെ താഴെ കുഴി കുത്തിയിട്ട് അങ്ങോട്ട് മറിച്ചിട്ട് മറവ് ചെയ്തു എന്നാണ് ഇസ്ലാം ചരിത്രത്തിൽ പറയുന്നത്. അപ്പോൾ അബൂലഹബിനല്ല ഈ ദുരന്തം സംഭവിച്ചത്, ഇദ്ദേഹത്തിനാണെന്ന്. ഇനി മക്കയിൽ മുഹമ്മദ് ചീത്ത വിളിക്കുകയും പരിഹസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും മാത്രമല്ല ചെയ്തിട്ടുള്ളത്, വളരെ പ്രകോപനപരമായ ഒരുപാട് പ്രവൃത്തികൾ മുഹമ്മദും മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിരലിലെണ്ണാവുന്ന അനുയായികളും കൂടെ ചേർന്ന് ആയിരക്കണക്കിന് ആളുകളുള്ള മറുഭാഗത്തെ വിശ്വാസികളെ പ്രകോപിപ്പിച്ചുകൊണ്ട് ചെയ്തതായിട്ട് ഇസ്ലാമിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നു. ഖുർആനിൽ പലയിടത്തും പറയുന്നത് നിങ്ങൾ ഇബ്രാഹിം നബിയുടെ മാതൃക സ്വീകരിക്കണമെന്നാണ്. ഞാൻ എൻ്റെ ഖുർആൻ ക്ലാസ്സിൽ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിലും നാളെ അപ്ലോഡ് ചെയ്യാൻ ഇരിക്കുന്ന വീഡിയോയിലും അതിൻ്റെ പശ്ചാത്തലം വിവരിക്കുന്നുണ്ട്. ഇബ്രാഹിമിൻ്റെ മാതൃക നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്?
ഇബ്രാഹിം നബി സ്വന്തം വാപ്പാനെ, സ്വന്തം പിതാവിനെ ചീത്ത പറഞ്ഞ് പിതാവുമായുള്ള രക്തബന്ധം മുറിച്ചെറിഞ്ഞ് പോയി. ആ മാതൃക നിങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കണം. അത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇബ്രാഹിം നബിയുടെ ഒരു മാതൃക നിങ്ങൾ പ്രത്യേകം സ്വീകരിക്കരുത് എന്ന് പ്രത്യേകം ഹൈലൈറ്റ് പറയുന്നുണ്ട് ഖുർആനിൽ. ഞാൻ ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന സൂറത്തുൽ മുംതഹന എന്ന അധ്യായം 60-ാമത്തെ അധ്യായത്തിൽ അതുണ്ട്. മാതൃകയാക്കരുത് എന്ന് പറയുന്നത് ഇബ്രാഹിം തൻ്റെ പിതാവിനോട് ഞാൻ അങ്ങേക്ക് വേണ്ടി, അങ്ങേക്ക് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്നൊരു വാക്ക് പറഞ്ഞിട്ടാണ് പോരുന്നത് എന്ന് പറയുന്നുണ്ട്. അതാണ് നിങ്ങൾ മാതൃകയാക്കരുത് എന്ന് ഖുർആൻ പറയുന്നത്. വാപ്പ അവിശ്വാസിയാണെങ്കിൽ മകൻ ആ വാപ്പയുമായുള്ള രക്തബന്ധങ്ങൾ ഉപേക്ഷിച്ച് പോവുകയും ആ വാപ്പയുടെ പാപമോചനത്തിന് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കുക പോലും ചെയ്യാതിരിക്കുകയും വേണമെന്ന് ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നു. അക്കാര്യത്തിൽ നിങ്ങൾ ഇബ്രാഹിമിൻ്റെ മാതൃക സ്വീകരിക്കണമെന്ന് പറയുന്നു. ഇബ്രാഹിമിൻ്റെ മറ്റൊരു മാതൃക മുഹമ്മദ് മക്കയിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ഇബ്രാഹിമിൻ്റെ വാപ്പ വിഗ്രഹാരാധകനായിരുന്നു എന്നാണ് ഖുർആനിലെ കഥ. ബൈബിളിലെ കഥയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഖുർആനിലെ ഇബ്രാഹിം വാപ്പയ്ക്ക് ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന കച്ചവടം ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെ ആ വിഗ്രഹാരാധനയുടെ പൊള്ളത്തരം വാപ്പാനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇബ്രാഹിം ചെയ്ത ഒരു കാര്യം ഖുർആനിലെ കഥയിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. വിഗ്രഹങ്ങൾ ആരാധനയ്ക്ക് വെച്ചിരുന്ന സ്ഥലത്ത് ഇബ്രാഹിം പോയിട്ട് വലിയ ഒരു വിഗ്രഹത്തെ അവിടെ നിർത്തിയിട്ട് ചെറിയ വിഗ്രഹങ്ങളെ മുഴുവൻ കോടാലി കൊണ്ട് കൊത്തിപ്പൊളിച്ചിട്ട് കോടാലി വലിയ വിഗ്രഹത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് പോയി. നാട്ടുകാരൊക്കെ വന്ന് കരയുമ്പോൾ ഇബ്രാഹിം വന്നിട്ട് പറയുന്നത് അത് വലിയ ദൈവം ചെറിയ ദൈവങ്ങളെ കൊന്നതാകും എന്ന യുക്തിവാദം. ഇത് ഇബ്രാഹിമിൻ്റെ മാതൃകയാണെങ്കിൽ മുഹമ്മദ് ഇതേ മാതൃക മക്കയിൽ അവലംബിച്ചതായി ചരിത്രത്തിലുണ്ട്. മക്കയിൽ ആരാധനയ്ക്ക് വെച്ചിരുന്ന അവരുടെ ദേവാലയത്തിലെ വിഗ്രഹങ്ങളെ തല്ലിയുടയ്ക്കുക, പൊട്ടക്കിണറ്റിൽ കൊണ്ടെറിയുക, ചത്ത പട്ടിയുടെ കൂടെ കെട്ടിത്തൂക്കുക തുടങ്ങിയ കലാപരിപാടികൾക്ക് പുറമെ ബിലാലിനെ പോലെയുള്ള അടിമകളെ ഉപയോഗിച്ചിട്ട് ഈ വിഗ്രഹങ്ങളുടെ തലയിൽ അപ്പിയിടിക്കുക വരെ ചെയ്തിട്ടുണ്ട് മുഹമ്മദും അബൂബക്കറും കൂടി. എപ്പോഴാ ചെയ്യുന്നത്? മക്കയിൽ വെറും 10-13 പേര് മാത്രം കൂടെയുള്ളപ്പോൾ, തൻ്റെ ഗോത്രം മുഴുവൻ ഈ വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന സമയത്ത് അവരുടെ പുണ്യ ആരാധനാലയമായ കഅബയിൽ മുഹമ്മദിൻ്റെ അനുയായികളും ചെയ്ത പ്രതിരോധ പ്രവർത്തനവും തൗഹീദിൻ്റെ മഹത്തായ മാതൃകയുമാണ്. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇബ്രാഹിമിൻ്റെ മാതൃകയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് ഖുർആനിൽ പുട്ടിന് തേങ്ങ പോലെ ആവർത്തിക്കുന്നത് നമുക്ക് കാണാം. ഇനി ഞങ്ങൾ ചോദിക്കുന്നു, മക്കയിലെ 13 വർഷത്തെ മുഹമ്മദിൻ്റെ ജീവിതത്തിൽ ജനാധിപത്യപരമായ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഒരു സംസ്കാരമായി കാണുന്ന ജനാധിപത്യത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് ആശയം കൊണ്ട് നേരിടുക എന്ന രീതിശാസ്ത്രം മുഹമ്മദിൻ്റെ കൂടെയുള്ളവരോ അനുവർത്തിച്ചിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഖുർആനും ഇസ്ലാമിൻ്റെ ചരിത്രവും പറയുന്നത്. മക്കയിൽ യാതൊരു അധികാരവുമില്ലാത്ത, ഒരു ശക്തിയുമില്ലാത്ത, കൂടെ വെറും 10-15 പേര് മാത്രമുള്ള സമയത്ത് പോലും ഇതായിരുന്നു മുഹമ്മദിൻ്റെയും അള്ളാഹുവിൻ്റെയും രീതി. ഈ പ്രവൃത്തികൾക്കെല്ലാം ന്യായീകരിച്ചുകൊണ്ട് അള്ളാഹു ആയത്തുകൾ തുരുതുരായി ഇറക്കിയതിൻ്റെ ചിത്രം നിങ്ങൾക്ക് ഖുർആനിൽ കാണാം. 13 കൊല്ലം അള്ളാഹുവിന് മക്കയിലെ ഖുറൈശികളെ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കലായിരുന്നു പണി. വലീദ് ബിൻ മുഗീറയെക്കുറിച്ച് ഒരുപാട് ചീത്തവിളികളുണ്ട്. കാരണം വലീദ് ബിൻ മുഗീറ ആദരണീയനായ ഒരു ഖുറൈശി പ്രമാണിയായിരുന്നു, സമ്പന്നനായിരുന്നു, വലിയൊരു കുടുംബത്തിൻ്റെ ഉടമയായിരുന്നു, ഒരുപാട് മക്കളുണ്ടായിരുന്നു. അതിലെല്ലാം അസൂയ പൂണ്ടുകൊണ്ട് നിനക്ക് മക്കളെ തന്നത് ഞാനാണടാ, നിനക്ക് സ്വത്തുക്കൾ തന്നത് ഞാനാണടാ, നാളെ നിനക്ക് ഞാൻ നിന്റെ തുമ്പിക്കൈയിന് അടയാളം വെക്കും, ഹുർത്തൂം എന്നാണ് പറയുന്നത്, നിന്റെ തുമ്പിക്കൈയിന് അടയാളം വെക്കും എന്ന് ഈ ഖുർആനിൽ പറയുന്നുണ്ട്. വലീദിൻ്റെ മൂക്കിന് കുറച്ച് നീളം കൂടുതലുണ്ടായിരുന്നു എന്നാണ്. നീളം കൂടുതലുള്ള മൂക്കുള്ള ഒരു മനുഷ്യനെ, ആ മനുഷ്യനെ സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവ് ബോഡി ഷെയ്മിങ് നടത്തുന്ന നാണം കെട്ട അവസ്ഥ നമുക്ക് ഈ ഖുർആനിൽ കാണാം. സൃഷ്ടാവാണ് സൃഷ്ടി നടത്തിയത്. നീണ്ട മൂക്കുണ്ടാക്കി കൊടുത്ത അതേ അള്ളാഹു തന്നെയാണ് ആ നീണ്ട മൂക്കിനെ നോക്കിയിട്ട് നിന്റെ തുമ്പിക്കൈയിന് നാളെ ഞാൻ അടയാളം കുത്തുമെന്ന് വലീദിനെ നോക്കി പറയുന്നത്. ഇത്രയും ദേഷ്യം വലീദിനോട് തോന്നാനൊരു കാരണമുണ്ട്.
വലീദിനെ കിട്ടിയാൽ കൊള്ളാമെന്ന ആശയോടുകൂടി മുഹമ്മദ് ഒരുപാട് തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് വലീദുമായി നിരന്തരം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ വലീദ് ഞാൻ വരാമെന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടും കൂടുതൽ ചിന്തിച്ചിട്ടും അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിക്കളഞ്ഞു. ആ പിന്മാറിയതിനെക്കുറിച്ച് ഖുർആനിൽ തെറി പറയുന്നുണ്ട്. ഓൻ മുഖം ചുളിച്ചു കളഞ്ഞു, മോന്ത കോട്ടിക്കളഞ്ഞു, ഓൻ തിരിഞ്ഞു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയുന്നുണ്ട്. അപ്പം വളരെ മോശപ്പെട്ട തന്തയില്ലാത്ത ഒരുത്തനായിരുന്നു വലീദെങ്കിൽ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 10-13 കൊല്ലം മുഹമ്മദ് പിന്നാലെ നടക്കുമായിരുന്നോ? ഇല്ല, കിട്ടാതെ വന്നപ്പോഴാണ് തന്തയില്ലാത്തവനായി മാറിയത്. ഇതൊക്കെ പ്രപഞ്ച സൃഷ്ടാവായ പടച്ചോനാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ പടച്ചോൻ്റെ നിലവാരം എന്താ? മാഷ് ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക്, മാഷ് വരികൾക്കിടയിൽ വായിക്കുന്നതിൽ വിദഗ്ധനാണല്ലോ, അപ്പം ഞാൻ വരികൾക്കിടയിൽ വായിക്കുന്നത് അള്ളാഹുവിന് മുഹമ്മദിനോട് എന്തോ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നോ എന്നൊരു സംശയം. മുഹമ്മദിനെ നാട്ടുകാർ വിളിക്കുന്ന തെറിയാണ് അള്ളാഹ് ഖുർആനിൽ കൂടി വേറെ നാട്ടുകാർ വിളിക്കുന്നത്. ഒന്ന്, മുഹമ്മദിനോട് സമാധാനിപ്പിച്ച് മുഹമ്മദിനെ പറ്റിക്കുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്യുകയായിരുന്നു ഇസ്ലാമിൻ്റെ അവസാനം നടക്കുന്നത്. അബൂലഹബിന് നാശം നശിക്കും, ഉപകാരപ്പെടൂല എന്നൊക്കെ പറഞ്ഞത് വാസ്തവത്തിൽ അറം പറ്റിയത്, ആ വാക്ക് കറക്റ്റാണെന്ന് അറിയില്ല, എന്തായാലും മുഹമ്മദിനാണ്. അപ്പം എന്തായാലും അള്ളാഹുവിന് മുഹമ്മദിനോട് എന്തോ മുൻവൈരാഗ്യം ഉണ്ടായിരിക്കാനാണ് സാധ്യത. ഇനി ഞാൻ മാഷ ഒരു കാര്യം പറയും. ഇപ്പം അക്രമത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഞാനൊരു ദ സീൽഡ് നെക്ടറിൽ തന്നെയുള്ള മറ്റൊരു ഒരു പ്രയോഗം, മുഹമ്മദിനെയും സംഘത്തെയും ഇങ്ങനെ ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മുഹമ്മദ് അവിടെ വെച്ച് എടുക്കുന്ന ഒരു പ്രതിജ്ഞയാണിത്. നിങ്ങൾക്ക് കാണാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓ പീപ്പിൾ ഓഫ് ഖുറൈഷ്, ലിസൺ, I swear by Allah in whose hand is my soul that you will one day be slaughtered to pieces എന്ന് മക്കയിൽ വെച്ച് കഅബക്കരികിൽ വെച്ച് മുഹമ്മദ് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കഴുത്തറുപ്പ് കൊണ്ടുവരും എന്നാണ്. നമ്മൾ നേരത്തെ നോക്കിയ മുഹമ്മദ് എന്ന പുസ്തകത്തിൽ അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹേ ഖുറൈശികളെ, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, നിശ്ചയം അവനൊരുവനാണ് സത്യം, ഞാൻ നിങ്ങളിലേക്ക് കൂട്ടക്കൊല കൊണ്ടുവരും എന്ന് പറഞ്ഞ കായക്കൊലയല്ല, നിങ്ങളെ ഞാൻ കഴുത്തറുത്ത് നിങ്ങളെ കൂട്ടത്തോടെ വധിക്കും എന്ന് ആയുധവും ആൾബലവും അള്ളാഹുവിൻ്റെ ജിഹാദിനുള്ള അനുമതിയും വരുന്നതിന് മുൻപ് മുഹമ്മദ് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഖുർആനും അള്ളാഹും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഇത് പറയേണ്ടത്, ഇങ്ങനെ പറയാനുണ്ടെങ്കിൽ അള്ളയല്ലേ പറയണ്ടേ? അപ്പൊ അള്ളാഹുവിൻ്റെ അനുമതി യുദ്ധത്തിന് വാളെടുക്കാൻ, പ്രതിരോധിക്കാൻ അനുവാദം കിട്ടുന്നതിന് മുമ്പ്, പ്രതിരോധം എന്നുള്ള വാക്ക് വളരെ പ്രധാനമാണ്, പ്രതിരോധിക്കാൻ അനുവാദം കിട്ടുന്നതിന് മുൻപ് അള്ളാഹുവിൻ്റെ നാമത്തിൽ മുഹമ്മദ് പ്രതിജ്ഞ ചെയ്യാണ്: നിങ്ങളിലേക്ക് ഞാൻ കൂട്ടക്കൊല, കഴുത്തറപ്പ് ഞാൻ കൊണ്ടുവരും എന്നാണ്, വിമർശിച്ചതിൻ്റെ പേരിൽ. അപ്പോൾ വിമർശിക്കുന്നവനെ കഴുത്തറക്കുക എന്നത് മുഹമ്മദിൻ്റെ ചിരകാല അഭിലാഷമായിരുന്നു. മാഷ് പറഞ്ഞതുപോലെ ആശയത്തെ ആശയപരമായി നേരിടാൻ മുഹമ്മദ് ഒരു കാലത്തും ശ്രമിച്ചിട്ട് പോലുമില്ല. ശ്രമിച്ചതിൻ്റെ തെളിവുകൾ പോലും ചരിത്രത്തിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ശ്രമിച്ച് പരാജയപ്പെടും. ഇപ്പം സംവാദത്തിന് വന്നിട്ട് തോറ്റുപോകുന്നത് വേറെ, സംവാദത്തിന് തയ്യാറാവാതെ തോറ്റുപോകുന്നതോ, ആ പരാജയമായിരുന്നു മുഹമ്മദിൻ്റെ പരാജയം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ബദറിൽ പിടിച്ചടക്കിയ ബന്ദികളിൽ നിന്ന് 2 പേരെ മുഹമ്മദ് കൊന്നുകളയുന്നുണ്ട്. അവിടെയും അള്ളാഹുവിൻ്റെ തീരുമാനം, ബന്ദികളെ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനമോ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മുഷാവറയോ നടക്കുന്നതിന് മുൻപ് മുഹമ്മദിൻ്റെ ഏകപക്ഷീയമായ തീരുമാനപ്രകാരം 2 പേരെ മുഹമ്മദ് കൊല്ലുന്നുണ്ട്. മാഷ് നേരത്തെ പറഞ്ഞു, ഖുറൈശികൾ എല്ലാ കാലത്തും മുഹമ്മദ് അഥവാ ദൈവത്തിൻ്റെ പ്രവാചകനാണെങ്കിലോ എന്ന ഒരു സംശയമുണ്ടായിരിക്കുകയും അത് തെളിയിക്കാൻ മുഹമ്മദിനോട് നിരന്തരം ആവശ്യപ്പെടുകയും അതിന് സ്വമേധയാ അവർ തെളിവന്വേഷിച്ച് നടക്കുകയും ചെയ്തിരുന്നു. ആ അർത്ഥത്തിൽ അബൂ സുഫിയാനും സംഘവും മദീനയിലുണ്ടായിരുന്ന ജൂതന്മാർക്കിടയിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ നിയോഗിക്കുന്നുണ്ട്. ആ പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളായിരുന്ന 2 പേരായിരുന്നു ബന്ദികളാക്കി പിടിച്ചവരിലെ നളർ ഇബ്നു ഹാരിസും ഉഖബ ഇബ്നു അബി മുഅയ്ത്തും.
നളർ ബിൻ ഹാരിസും ഉക്കബ ഇബിൻ അബി മൊയ്ത്തും അവിടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഉക്കബ കുറച്ച് പൊട്ടിത്തെറിയൊക്കെ ആയിരുന്നു. എങ്കിലും നളർ ബിൻ ഹാരിസ് വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരാളായിരുന്നു, കവിയായിരുന്നു. മുഹമ്മദ് ഒരു കെട്ടുകഥയിലെ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ നളീർ അതിൻ്റെ അപ്പുറത്തേക്ക് പറഞ്ഞു പോകും. ആ നളർ ബിൻ ഹാരിസിനെ കുറിച്ച് ഖുറാനിൽ വേറെ പരാമർശമുണ്ട്. വിനോദ ഉപാധികൾ കൊണ്ടുവരുന്നവർ എന്ന് പറഞ്ഞിട്ട് വേറെ. ഞാൻ പറയുന്നത് ബദറിൽ പിടിച്ചടക്കപ്പെട്ട ഈ ബന്ദികളിൽ 2 പേരുണ്ടായിരുന്നവരെ അബൂ സുഫിയാനും സംഘവും മദീനയിലേക്ക് പറഞ്ഞയക്കുന്നത് ജൂതന്മാരെ കണ്ടിട്ട് അവരുടെ പ്രമാണങ്ങളിൽ, കാരണം ഇബ്രാഹിമിൻ്റെ കഥയൊക്കെയാണല്ലോ പറയുന്നത്, അപ്പോൾ അവർ കാത്തിരിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് ആയിരിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ, അത് ഞങ്ങൾക്ക് പരീക്ഷിച്ചറിയാൻ വല്ല മാർഗവുമുണ്ടോ എന്ന് ചോദിച്ച് ജൂതന്മാരുടെ അടുക്കലേക്ക് നിയോഗിച്ച പ്രതിനിധി സംഘത്തിലെ 2 പേരായിരുന്നു ഇവർ. ഖുറാനിലെ വേറൊരു വിചിത്രമായ വചനം അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർ വന്ന് 2-3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. റൂഹിനെ കുറിച്ചൊക്കെയുള്ള ചോദ്യം. ആ 3 ചോദ്യങ്ങൾ വളരെ പ്രമാദമായ 3 ചോദ്യങ്ങൾ. ഇന്നും മുഫസ്സിറുകൾക്ക് തീരുമാനമാക്കാൻ കഴിയാത്ത ചോദ്യം. അള്ളാഹ്ക്ക് തന്നെ അറിയില്ല. അള്ളാഹുവിൻ്റെ ഖുർആനിൽ നബിയെ നിങ്ങൾ പറയുക അല്ലാഹു അലം എന്നാണ്. അള്ളാഹുവിനോട് ദൈവത്തിൽ നിന്നുള്ള വിവരം മേടിച്ചു തരാൻ വേണ്ടി, അള്ളാഹുവിനോട് വിവരം അറിഞ്ഞു തരാൻ വേണ്ടി, മുഹമ്മദിൻ്റെ പ്രവാചകത്വം പരീക്ഷിക്കാൻ വേണ്ടി ചോദ്യം ചോദിച്ചപ്പോൾ മുഹമ്മദ് അതിന് അള്ളാഹുവിൽ നിന്ന് കിട്ടിയ മറുപടിയായിട്ട് പറഞ്ഞത് അല്ലാഹു അലം എന്നാണ്. അള്ളാഹ്ക്ക് അറിയാം. അതൊക്കെ അള്ളാഹ്ക്കാണ് ശരിക്കുള്ളത് അറിയാം. അപ്പോൾ ആരോട് ചോദിക്കാനാ പറഞ്ഞത്? അത് പോട്ടെ. ഇനി അപ്പം അക്രമം എന്ന് പറയുന്നത് ബദറിലെ കുറച്ചുകൂടിയും സ്ലൈഡുകളുണ്ട്, സമയം നീണ്ടുപോകുന്നു എന്നുള്ളതുകൊണ്ടാണ് 2 കാര്യങ്ങൾ കൂടി ഞാൻ വളരെ പ്രധാനമായിട്ട്, ആയുധം കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ അധികാരം കിട്ടിയതിന് ശേഷം എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. അതിന് മുൻപ്, ആയുധം കിട്ടുന്നതിന് മുൻപ് വരെ ഉഹദിലെ, ഇപ്പം നമ്മൾ ഇസ്ലാമിൻ്റെ പ്രതിരോധം എന്ന പേരിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്ന അസഭ്യവർഷത്തിനും സ്ത്രീ ലൈംഗികാവയവങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള തെറിക്കും ഒക്കെ കയ്യടി കിട്ടുന്ന കാലമാണ്. മാഷാ അല്ലാഹ് കമൻറ്റ് കിട്ടുന്ന കാലമാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ഹദീസിൻ്റെ ഭാഗമാണ്, ഹംസവധം എന്ന പേരിൽ ഉഹദിൻ്റെ രണാങ്കളവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഹദീസിലെ ഒരു ഭാഗമാണ് ഇവിടെയുള്ളത്. ഈ സമയത്ത് വഹശി അവിടെയുണ്ട്. വഹശി പറയുന്നു, അപ്പോൾ സിബായിൻ്റെ അടുത്തേക്ക് ചെന്ന് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, സിബാ എന്ന് വിളിച്ചിട്ട് അയാളെ വിളിക്കുന്ന തെറി, ഹംസ വിളിക്കുന്ന തെറി, ഹംസ എന്ന് പറഞ്ഞാൽ മുഹമ്മദിൻ്റെ വലങ്കയ്യായ മുഹമ്മദിൻ്റെ സിംഹം ആണ്. ആ ഹംസ വിളിക്കുന്നത് ബഗസ്നിക ഛേദിക്കുന്ന ഉമ്മു അമ്മാറിൻ്റെ മകനേ എന്ന്. ഇത് വിളിക്കുന്നത് മുഹമ്മദ് നബിയുടെ എളാപ്പയാണ്. മുഹമ്മദ് നബിക്ക് ചീത്തപ്പേരുണ്ടാക്കി കൊടുത്ത എളാപ്പ. ഈ ഹംസ മുഹമ്മദിനെ ഇജ്ജെൻ്റെ വാപ്പാൻ്റെ അടിമയല്ലേടോ എന്ന് ചോദിക്കുന്ന വേറെ ചീത്തവിളി സന്ദർഭം ഉണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കള്ളുടിക്കരുതേ എന്ന് നബി നിലവിളിച്ചത്. ഇനി ഒരെണ്ണം, മുഹമ്മദിനോട് അബൂ താലിബിനോട് ഖുറൈശി സംഘം വന്ന് പറഞ്ഞു, ഞങ്ങളെ ദൈവങ്ങളെ ചീത്ത വിളിക്കരുത്, തെറി വിളിക്കരുത് എന്ന് പറയണം, അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് തെറി വിളിക്കും. അപ്പോൾ അബൂ താലിബ് മുഹമ്മദിനോട് സംസാരിച്ചു. അള്ളാഹ് ആയത്തിറക്കി കൊടുത്തു, നിങ്ങൾ പോലെ ദൈവങ്ങളെ ഒന്നും ചീത്ത വിളിക്കരുത്, ഓല് നമ്മളെയും ചീത്ത വിളിക്കും. അതിലൊരു കോമഡി ഉണ്ട്. ആദ്യം ചീത്ത വിളിച്ചത് മുഹമ്മദ് അല്ല, അള്ളാഹുവാണ്. അള്ളാഹു ആയത്തിറക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ നരകത്തിലെ വിറകാവും എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഖുറൈശികൾ അബൂ താലിബിൻ്റെ അടുത്ത് പോയിട്ട് പരാതി പറഞ്ഞത്, നമ്മളെ പടച്ചോന്മാരെ വല്ലാതെ അവഹേളിക്കുന്നുണ്ട്, അത് നിർത്താൻ പറയണമെന്ന്. വിളിയും തെളിയില്ലാത്ത ജന്തുക്കളാന്ന് പറഞ്ഞു. അപ്പോഴാണ് അബൂ താലിബ് മുഹമ്മദിനെ വിളിച്ചിട്ട്, ഈ അങ്ങനെ തെറിയൊന്നും, ഞങ്ങൾ ദൈവങ്ങളെ തെറിയൊന്നും വിളിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അതേ അള്ളാഹു ആദ്യം ദൈവങ്ങളെ നരകത്തിലെ വിറകാകും എന്ന് പറഞ്ഞ് ആയത്തിറക്കിയ അതേ അള്ളാഹു തന്നെ നിങ്ങൾ അങ്ങനെയൊന്നും തെറി വിളിക്കരുത് എന്ന് അള്ളാഹുവിനെ ചീത്ത പറയുന്ന കോമഡിയാണ് ഖുർആനിൽ വന്നത്. അതല്ല ഞാൻ പറയാൻ വന്നത്. അള്ളാഹുവിൻ്റെ റസൂലും 1-ാം ഖലീഫയായ അബൂബക്കറും അള്ളാഹിൻ്റെ ഈ വചനത്തിന് എന്ത് വില കൊടുത്തിരുന്നു എന്നതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ മറ്റുള്ളവരുടെ ആരാധ്യ ബിംബങ്ങളെ ചീത്ത വിളിക്കരുത് എന്ന് ആയത്തിറക്കി വർഷങ്ങൾക്ക് ശേഷം ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ
മുഹമ്മദിനോട് വന്നിട്ട് ഉറുവ ചോദിച്ചു, അല്ല മുഹമ്മദേ, എൻ്റെ കൂടെ ഇരിക്കണമല്ലോ കണ്ടിട്ട് ഫുൾ ടൈം എൻ്റെ കൂടെ നിൽക്കും തോന്നുന്നില്ലല്ലോ, എന്തെങ്കിലും അപകടം പറ്റിയാൽ അവർ എന്നെ ഇട്ടേച്ച് പോയി കളയിട്ടോ എന്ന് പറഞ്ഞു. ഇത് കേട്ട് ദേഷ്യം പിടിച്ച അബൂബക്കർ ഉറുവയോട് പറഞ്ഞത്, ഞാൻ താങ്കൾക്ക് സ്ക്രീനിലുണ്ട്, അറബിയിൽ വായിക്കാം, മലയാളത്തിൽ നിങ്ങൾ വേണേ വായിച്ചൂട്, ഉസ്താദുമാരോട് പോയിട്ട് ചോദിച്ചൂട്, മൂല്യം ഉസ്താദ് കുട്ടികളെ, ദീനികൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ചോദിച്ചോളിയും. ഉംസുസ് ബദറുല്ലാത്ത് എന്ന് പറഞ്ഞു. മലയാളം ഞാൻ താഴെ എഴുതി വച്ചിട്ടുണ്ട്. 3-ാമത്തെ വരിയിൽ തുടങ്ങി 4-ാമത്തെ വരിയിൽ അവസാനിക്കുന്നുണ്ട്. ഇത് ഞാൻ ഇപ്പൊ DTP എടുത്തു കൊണ്ടുവന്നതല്ല. മലയാളത്തിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്ന സഹീഹ് ബുഖാരിയുടെ മലയാളം പരിഭാഷയിൽ കേരളത്തിൽ IPH ഇന്നും പബ്ലിഷ് ചെയ്യുന്ന പുസ്തകത്തിൽ ഇന്നും ഇതുപോലെ കിടക്കുന്നുണ്ട്. അപ്പം ആയുധബലമാവുന്നതിന് മുൻപ് തെറിവിളി എന്ന് പറയുന്നത് ഇവരുടെ, അതായത് ആയുധമെടുക്കാൻ അള്ള പറഞ്ഞു കൊടുത്തിട്ടുണ്ടേ, നിങ്ങൾക്ക് തിന്മകളെ നിങ്ങൾ കൈകൊണ്ട് തടയുക, അതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ നാക്കുകൊണ്ട് തടയുക, അതിനും കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് വെറുക്കുക എന്നാണ്. ആയുധം കൊണ്ട് തടയുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദാ ഇവിടെ ഉണ്ട്. മുഹമ്മദ് ബദർ കഴിഞ്ഞ് ചെന്നിട്ട് ചോദിച്ചു, കഅബ് ബിൻ അഷ്റഫിനെ കൊല്ലാൻ ആരുണ്ട്? അപ്പോൾ ഒരുത്തൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞാൻ കൊല്ലാൻ നബിയെ. അപ്പം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് കുറച്ച് ചതിയൊക്കെ പ്രയോഗിക്കാൻ നിങ്ങൾ പെർമിഷൻ തരണം എന്ന് പറഞ്ഞു. അതിനെന്താ, ചതിച്ചുവിടുന്നു. കഅബ് ബിൻ അഷ്റഫിനെ കൊന്ന കഥയും ഇതേ സഹീഹ് മുസ്ലിമിൽ കഅബ് ബിൻ അഷ്റഫിന്റെ വധം എന്ന തലക്കെട്ടിൽ യുദ്ധങ്ങൾ എന്ന ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. ചതിച്ചു കൊല്ലുകയായിരുന്നു മുഹമ്മദ് നബി. ഒരു കാര്യം കൂടി മാഷെ ഇതിൽ പറഞ്ഞു, അവിടെ പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ജൂതന്മാരുമായിട്ട് കരാറുണ്ടായിരുന്നു എന്നാണല്ലോ ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ പറയുന്നത്. ആ കരാറ് നിലനിൽക്കുന്ന സമയത്താണ് ഒരു ജൂതഗോത്രത്തിന്റെ തലവനും പണ്ഡിതനുമായിരുന്ന ആ മനുഷ്യനെ ഇതുപോലെ ചതിച്ചു കൊല്ലുന്നത്. അപ്പൊ എവിടെ പോയി കരാറ്? അല്ല, ആലോചിക്കണം. ആദ്യത്തെ ഭരണഘടന നിലവിൽ വന്ന മദീന രാഷ്ട്രത്തിൽ ജൂതന്മാരുമായിട്ട് സന്ധിയുണ്ട്. മുഹമ്മദ് നബി അവിടുത്തെ രാജാവാണ്. അല്ല ചങ്ങായിമാരെ, ഏതെങ്കിലും ഒരു രാജാവിൻ്റെ രാജ്യത്തെ പ്രജ ഒരു അനീതി പ്രവർത്തിച്ചാൽ അയാളെ ചതിച്ചു കൊല്ലാൻ രാത്രി ഒളിച്ചും പാത്തും ആളെ പറഞ്ഞയക്കുന്ന രാജാവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഈ ചതിപ്രയോഗം നിങ്ങൾക്ക് ഫാറൂഖ് വധത്തിൽ കാണാം. നിങ്ങൾക്ക് ചേകനൂർ മൗലവിയുടെ വധത്തിൽ ഈ ചതിപ്രയോഗം കാണാം. അപ്പം നുണ പറയൽ, ചതി പ്രയോഗിക്കൽ, തെറി വിളിക്കൽ, വീട്ടിലുള്ള സ്ത്രീകളെ തെറി വിളിക്കൽ. നിങ്ങൾ ആലോചിക്കണം, മറ്റുള്ളവരെ ദൈവങ്ങളെ ചീത്ത വിളിക്കരുതെന്ന് ആയത്തിറങ്ങി 6-7 വർഷത്തിന് ശേഷം മുഹമ്മദിന്റെ മുന്നിൽ വെച്ചാണ് അബൂബക്കർ ലാത്തയുടെ ഇത് പറഞ്ഞിട്ട് തെറി വിളിച്ചത്. മുഹമ്മദ് മിണ്ടിയില്ല, അനങ്ങിയില്ല. ഞാൻ പറയുന്നത് ഇന്നും ഇന്റർനാഷണൽ ദാഴിമാർ വിമർശകരെ തെറി വിളിക്കുമ്പോൾ അതിനെ മുസ്ലിങ്ങളായ നിഷ്കളങ്കരായിട്ടുള്ള ആരെങ്കിലും അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ, നമ്മൾ മുസ്ലിങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോൾ മുസ്ലിമിൻ്റെ മുന്നിലേക്ക് അതിന് അധികാരമുണ്ട്, അവകാശമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി എടുത്തു വെക്കുന്ന ഹദീസ് വചനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഇനി ഒരൊറ്റ കൊലപാതകത്തിൻ്റെ കഥ കൂടെ പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. എന്നിട്ട് മാഷോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിർത്താം നമുക്ക്. ആയുധബലം വരുന്നത് വരെ ഇവർ ചെയ്തിരുന്നത് മദീനക്കാരെയൊക്കെ പേടിച്ച് അങ്ങനെയായിരുന്നു. ഈ കൊലപാതക പരമ്പരകൾ അത്രയും തുടങ്ങിയത് ബദറിലെ വിജയത്തിൻ്റെ അഹങ്കാരത്തിൽ നിന്നായിരുന്നു എന്ന് ഹുസൈൻ ഹൈക്കലിൻ്റെ മുഹമ്മദ് എന്ന പുസ്തകത്തിൻ്റെ 14-ാമത്തെ അധ്യായം മുതൽ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ആളുകളുടെ പേരെടുത്ത് മർവാനെ കൊലപ്പെടുത്തുന്നത്, കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ ആ മുല കുടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ എടുത്ത് മാറ്റിക്കടത്തി അമ്മയെ കൊലപ്പെടുത്തി മുഹമ്മദിൻ്റെ അനുയായി. ഈ രസം, ഇതിലെയൊക്കെ ക്രിമിനൽ പ്രവർത്തനം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്നവർ ചെയ്ത കുറ്റം മുഹമ്മദിനെ വിമർശിച്ചു എന്നതാണ്, കവിത എഴുതി എന്നതാണ്. മുഹമ്മദിനെ അറ്റാക്ക് ചെയ്തവരോ മുഹമ്മദിനെ കൊല്ലാൻ പദ്ധതിയിട്ടവരെ ഒന്നുമല്ല, വിമർശിച്ച് കവിത എഴുതിയവരെ നിഷ്ഠൂരം കൊന്നു തള്ളിയതിൻ്റെ കഥയാണ് ഈ പറഞ്ഞത്. കൊല്ലാൻ കഴിയാത്തടത്ത് തെറി വിളിക്കും, അതിനും കഴിയാത്തടത്ത് വെറുക്കും. വെറുപ്പ് പേറുന്നവരും വെറുപ്പ് പ്രചരിപ്പിക്കുന്നവരും ആരാണെന്നും ആരുടെ ആശയത്തിലാണ് വെറുപ്പുള്ളത് എന്നും വിശ്വാസികൾ, സാമാന്യ ബോധമുള്ള ആളുകൾക്കൊക്കെ ആലോചിക്കാം. നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കാം. ഞാൻ ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഞങ്ങൾ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ
റഫറൻസ് ഇല്ലാത്തതോ ഞങ്ങൾ കളവ് പറഞ്ഞു എന്നോ ആക്ഷേപമുള്ളവർക്ക് ബന്ധപ്പെടാം. തെളിവുകൾ നമ്മൾ തരും. ഇന്നും കേരളത്തിൽ അക്രമപ്രവർത്തനത്തിന് സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ തെറി വിളിച്ചുകൊണ്ട് കളം നിറയുന്നവർ, ഇനി ഒരു കാര്യം കൂടി, തെറി വിളിക്കാൻ ആളെ കൂലിക്കെടുക്കുന്ന ഏർപ്പാട് മുഹമ്മദിനുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന പല തെറിവിളിയന്മാരെയും പോലെ അന്ന് മുഹമ്മദിൻ്റെ കാലത്തും തെറി വിളിക്കാൻ ആളെ കൂലിക്കെടുത്തിരുന്നു. അവർക്ക് പാരിതോഷികമായിട്ട് മുഹമ്മദ് അന്ന് കൊടുത്തത്, മുഹമ്മദ് നേരിട്ട് തെറി വിളിച്ച ഇഷ്ടം പോലെ സന്ദർഭങ്ങളുണ്ട്. മുഹമ്മദിന് വേണ്ടി തെറി വിളിക്കാൻ കൂടെ നടന്നിരുന്ന തെറിക്കവിക്ക് മുഹമ്മദ് സമ്മാനം കൊടുത്തത് മുഖൗക്കിസ് രാജാവ് കൊടുത്തയച്ച 2 കന്യാസ്ത്രീകളിൽ സോറി ഇനി അത് കട്ട് ചെയ്തു പോകും. 2 കന്യകകളായ അടിമ സ്ത്രീകളിൽ നിന്ന് ഒന്നിനെ സമ്മാനം കൊടുത്തത് മുഹമ്മദിനു വേണ്ടി തെറി വിളിക്കാൻ കൂടെ നടന്നിരുന്ന തെറിവിളിയൻ കവിക്കായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഇന്ന് 2025 കേരളത്തിൽ ഇസ്ലാം മത വിമർശകരെ തെറി വിളിച്ച് തോൽപ്പിക്കാൻ ആളുകൾ തയ്യാറായി വരുമ്പോൾ അവരെ പർച്ചേസ് ചെയ്യാനും അവർക്ക് ഫണ്ട് ചെയ്യാനും അവരെ മൊബിലൈസ് ചെയ്യാനും വേണ്ടി ഇവിടെ സംവിധാനം ഒരുക്കാൻ മുസ്ലിം ഉമ്മത്ത് തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവും ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുണ്ട്. ഇനിയും തെളിവ് കുഴിച്ച് നോക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കരുതേ എന്ന അഭ്യർത്ഥന മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മാഷ്ക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ ഇത്രയൊക്കെ ഈ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു, ഞാൻ 50 കൊല്ലമായി കേരളത്തിൽ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ ഈ മതത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ആശയപരമായ ഒരു മറുപടിക്ക് വേണ്ടി അരനൂറ്റാണ്ടായിട്ട് ഞാൻ വേഴാമ്പലിനെ പോലെ ദാഹിച്ച് നടക്കുന്ന ആളാണ്. വളരെ അപൂർവമായിട്ട് കിട്ടിയിട്ടുള്ളൂ. കിട്ടിയത് തന്നെ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ വല്ല അക്ഷരത്തെറ്റോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും വിഷയവുമായി നേരിട്ട് ബന്ധമില്ലാത്ത എന്തെങ്കിലും ചെറിയ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത എന്തെങ്കിലും പദപ്രയോഗത്തിനെ കുറിച്ചൊക്കെയുള്ള മറുപടികളല്ലാതെ നമ്മൾ പറഞ്ഞ പ്രധാന വിമർശന ആശയങ്ങളെക്കുറിച്ച് യുക്തിപരമായ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മറുപടിയില്ല. മറുപടി പറയാൻ ഈ മതത്തിൻ്റെ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ആരെക്കൊണ്ടും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ ഈ മതത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരുപാട് ജനാധിപത്യ ബോധമുള്ള മനുഷ്യസ്നേഹമുള്ള മതപണ്ഡിതന്മാർ ഈ മതത്തെ ഈ കാലത്തിനനുസരിച്ച് വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു ക്രൂരകൃത്യം എന്നോ സാഹസം എന്നോ പറയാവുന്ന ഒരു പ്രവൃത്തി പ്രമാണങ്ങളെ മൊത്തം അങ്ങ് തള്ളുക എന്നുള്ളതാണ്. ഈ പ്രമാണങ്ങളെ മൊത്തം തള്ളിക്കൊണ്ടല്ലാതെ ഇസ്ലാമിനെ ആധുനിക കാലത്ത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ മനുഷ്യന്റെ മുമ്പിൽ എടുത്തു വെക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളിവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരുപക്ഷെ സാധാരണക്കാരായ മുസ്ലിം വിശ്വാസികൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. കാരണം അതൊക്കെ പണ്ഡിതന്മാർ മറച്ചു വെക്കുന്നു. ഞാൻ മലപ്പുറത്തൊരു കാര്യം കഴിഞ്ഞ അയ്യൂബുമായിട്ടുള്ള സംവാദത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സനദില്ല എന്നുള്ള നിലവിളി ഞങ്ങൾ കേട്ടത്. സനദില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളെ മുമ്പിലേക്ക് ഇത് വിളമ്പി വെച്ചത്? ഇവരുടെ പ്രമാണത്തിൽ ഖുർആന്റെ തഫ്സീറിൽ എഴുതി വെച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബിലാലിനെ പറഞ്ഞയച്ചിട്ട് കഅബയിലുള്ള വിഗ്രഹങ്ങളുടെ മുകളിൽ മലമൂത്ര വിസർജനം നടത്തിച്ചു. അതിനാണ് ബിലാലിനെ കൊണ്ടുപോയിട്ട് മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് കയ്യും കാലും കെട്ടിയിട്ട് അവരടിച്ചത്. ആ കഥയാണ് ഞാൻ അവിടെ പറഞ്ഞത്. ബിലാലിനെ അടിച്ചത് എല്ലാ മൗലവിമാരും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. കേൾക്കാത്ത ഒറ്റ മുസ്ലിം ഉണ്ടാവില്ല. പക്ഷെ എന്തിനാണ് അടിച്ചത് എന്ന് ഇന്നു വരെ ഒരു മൂല്യര വായിൽ നിന്നും കേരളത്തിലാരും കേട്ടിട്ടില്ല. ഞാൻ മലപ്പുറത്ത് പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഉണ്ടോ എന്ന് എല്ലാവരും വായ പൊളിച്ച് ചോദിച്ചത്. എന്നിട്ട് ഞാൻ അതിൻ്റെ തഫ്സീറും അതിൻ്റെ ഹദീസും കാണിച്ചപ്പോൾ ആ ഹദീസിന് സനദില്ല എന്നാണ് പിന്നെ അതിന് ന്യായം പറഞ്ഞത്. അപ്പൊ പ്രമാണങ്ങളെ മൊത്തം തള്ളിക്കൊണ്ടല്ലാതെ ഇന്നത്തെ കാലത്ത് ഈ മതത്തെ മനുഷ്യന്റെ മുമ്പിലേക്ക് വെക്കാൻ പറ്റില്ല എന്ന് മതപണ്ഡിതന്മാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ആയിഷന്റെ പ്രായമൊക്കെ 6 വയസ്സുള്ളത് 16 ആക്കാൻ വേണ്ടിയിട്ട് ആ ആയിഷ പഠിച്ചിരുന്ന സ്കൂളിൻ്റെ ഓടെടുത്തിട്ട് അകത്ത് കയറിയിട്ട് അവിടുത്തെ അറ്റൻഡൻസ് രജിസ്റ്ററും അവിടുത്തെ രജിസ്റ്റർ എടുത്തിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തുക വ്യാഖ്യാതാക്കൾ. എന്നിട്ടും രക്ഷയില്ലാഞ്ഞിട്ട് ഇപ്പം നമ്മളെ മുസ്തഫ മൗലവിയൊക്കെ ആയിഷാനെ കെട്ടിയിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. നോക്ക് നിങ്ങൾ ഗതികേട്. ആയിഷാനെ കെട്ടാത്തൊരു മുഹമ്മദിൻ്റെ കഥയൊക്കെ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ എത്രത്തോളം ദുരിതത്തിലാണ് ഈ മതം ചെന്നെത്തിയിട്ടുള്ളത്. ഇതൊന്നും
മുഹമ്മദിന് ആയിഷ കെട്ടിയില്ലേ പിന്നെന്ത് ഇസ്ലാമുള്ളത്? അതെ, കാരണം ആയിഷയാണ് ഈ പ്രമാണം. അത് ആയിഷ കെട്ടിയില്ല എന്ന് പറയാൻ കാരണം ആയിഷയിലൂടെ വന്നതാണ് ഹദീസ് മുഴുവൻ. ഹദീസിന് മുഴുവൻ തള്ളണമെങ്കിൽ ആയിഷാനെ തള്ളണം, അവസാനം മുഹമ്മദിനെ അള്ളാനെ ഒക്കെ തള്ളും. അതാ ഞാൻ പറഞ്ഞപ്പോ ആയിഷാനെ തള്ളിയാൽ ഹദീസിന്റെ അടിസ്ഥാനം പോയി. കാരണം അത്രയും ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ പ്രവാചകന്റെ ഭാര്യയായിട്ട് കൊടുത്തതിന് ശേഷം രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ ഇൽമും എല്ലാ ലുലുമും സമൂഹത്തിൽ വരാനിരിക്കുന്ന എല്ലാ തലമുറക്കും പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹുവിൻ്റെ പ്രത്യേക നിയോഗമാണ്. അപ്പം ആയിഷാനെ മുഹമ്മദ് നബി കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാമിലെ ഇൽമ് അപൂർണമാവുകയും ലുൽമ് സമ്പൂർണ്ണമാവുകയും ചെയ്യും. പിന്നെ ബാക്കിയുള്ളത് ഈ അക്രമം കൊള്ളയും കൊലയല്ലേ. ലുൽമ് പറഞ്ഞാൽ അക്രമം കേട്ടോ. അപ്പോൾ അതൊരു പോയിന്റ്. ഇനി ഞാൻ ഒന്നും കൂടി ഇടപെടൂല എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഈ തെറി വിളിക്കാൻ നടക്കുന്ന ആളുകളെ അങ്ങനെ എവിടുന്നെങ്കിലും റാൻഡമായിട്ട് പിക്ക് ചെയ്താണെന്ന് ആളുകൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും അല്ല കേട്ടോ. ഇത് പ്രൂവൺ ഹിസ്റ്ററിയുള്ള, അതായത് തെറിവിളിയിൽ പ്രാവീണ്യം തെളിയിച്ച ആളുകളെ മാത്രമാണ് ഇവർ തെറി വിളിക്കാൻ എടുക്കുക. മുഹമ്മദ് നബി തെറി വിളിക്കാൻ കൊണ്ടു നടന്ന കവി ഇത്തരം അശ്ലീല കാവ്യങ്ങളിൽ മുൻപരിചയമുണ്ടായിരുന്ന ആളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ഇന്ന് വർത്തമാനകാല കേരളത്തിൽ മലയാളത്തിൽ വിമർശകരെ തെറി വിളിക്കാൻ നടക്കുന്നവരും പ്രാവീണ്യം തെളിയിച്ചവരാണ്. അവരുടെ പ്രാവീണ്യത്തിൻ്റെ തെളിവ് ഇതൊരു സുമനസ്സുകളുടെ സദസ്സായതുകൊണ്ട് ഇവിടെ പ്ലേ ചെയ്യാൻ നിർവാഹമില്ല. അത് ആരെ തെറി വിളിച്ചിട്ട്? മുഹമ്മദിൻ്റെ ആദരണീയ മാതാവിനെ തെറി വിളിച്ചുകൊണ്ടാണ് അവർ എന്ന് പറഞ്ഞാൽ ചിലർ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളത്. ആ പ്രാവീണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ഗ്രേസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു നിയോഗത്തിലേക്ക് അവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നും കൂടി സാന്ദർഭികമായി വിശ്വാസികൾ ഓർമ്മിപ്പിക്കുകയാണ്. അത് ആവശ്യമുള്ളവർക്ക് തരാം. ഒരു കാര്യം, ഇവിടെ ഇസ്ലാമിൻ്റെ പ്രതിരോധ മാർഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നേരിട്ട് കൈകൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക, ചീത്ത വിളിച്ചിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. മൂന്നാമത്തെ മാർഗം വെറുക്കുക, അകറ്റി നിർത്തുക എന്നാണ്. ഇവിടെ കേരളത്തിൽ ആദ്യത്തെ മാർഗം അവലംബിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അപൂർവമായ ചില കേസുകളിൽ മാത്രമേ അത് ഉണ്ടായിട്ടുള്ളൂ. രണ്ടാമത്തേത് സുലഭമാണ്. മൂന്നാമത്തേതും എന്താണ് എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ആ മൂന്നാമത്തേതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന ഒരു ക്യാമ്പയിൻ. ഇപ്പം കേരളത്തിലെ യുക്തിവാദികളെ കുറിച്ച് ഇവിടുത്തെ ഇസ്ലാം മത സംരക്ഷകരായിട്ടുള്ള ആളുകൾ പറയുന്നത്, യുക്തിവാദികൾ രണ്ട് തരമുണ്ട്. നല്ല ചക്കര പോലത്തെ യുക്തിവാദികൾ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, നല്ല വിവരമുള്ളവർ, സംസ്കാരമുള്ളവർ. എന്നാൽ യുക്തിവാദികളിനകത്ത് അങ്ങേയറ്റം അറപ്പും വെറുപ്പും ഉളവാക്കപ്പെടേണ്ട, അകറ്റി നിർത്തേണ്ട വളരെ മോശം കുറച്ച് ആൾക്കാരുണ്ട്. അതാരാണ്? അത് അറബി പേരുള്ള ആളുകൾ, അറബിയിൽ പേരുള്ള യുക്തിവാദികൾ. ഒരു സാമൂഹ്യ പ്രവർത്തകരോ സാമൂഹ്യ പരിഷ്കർത്താക്കളോ അതല്ലെങ്കിൽ നാട് നന്നാക്കാമെന്നവരൊന്നല്ല. ഒരു മഹാകള്ളന്മാരും എല്ലാ വൃത്തികേടും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നല്ല യുക്തിവാദികളെ നിങ്ങൾ ഇവരെ കൂടെ കൂട്ടരുതിട്ടോ എന്ന ക്യാമ്പയിനാണ് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നടന്നത്. എനിക്ക് സുഖമില്ലാഞ്ഞിട്ടും ഇന്നിങ്ങോട്ട് പോരാനുള്ള കാരണം അതാണ്. എന്താ അതിൻ്റെ അർത്ഥം? സമൂഹത്തിൽ നമ്മളെ ബഹിഷ്കരിച്ച് മാറ്റി നിർത്തുക. തെറി പറയാനും ആക്രമിക്കാനും ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, അത് തങ്ങൾക്ക് തന്നെ വലിയ ദോഷം വരുത്തുമെന്ന് കുറച്ചു പേരെങ്കിലും തിരിച്ചറിഞ്ഞതുകൊണ്ട് മൂന്നാമത്തെ മാർഗമാണ് ഇന്ന് മഹല്ലുകൾ തോറും, നാട് തോറും, ഗ്രാമങ്ങൾ തോറും, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും ഒക്കെ സമൂഹത്തിൽ നിന്ന് ഞങ്ങളെയൊക്കെ മാറ്റി നിർത്താനുള്ള ആഹ്വാനങ്ങൾ വരുന്നത്. സ്വയം ഞങ്ങളെയൊക്കെ ചാണകക്കുഴിയിലേക്ക് ചാടിക്കുക എന്നുള്ള ലക്ഷ്യം ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾക്കാണുള്ളത്. ഞങ്ങൾ ചാണകക്കുഴിയിൽ പോകണമെന്ന് ഏറ്റവും തീവ്രമായി ആഗ്രഹിക്കുന്നത് അവരാണ്. ചാണകക്കുഴിയിൽ പോയി ചാടിയ പിന്നെ അവർക്ക് പണി കുറഞ്ഞു കിട്ടി, പിന്നെ അത് ഏതായാലും ചാണകം എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി നിർത്താം. അവിടെയാണ് നിങ്ങൾ ചോദിച്ചു നോക്ക്. ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർ, ഇന്നിവിടെ പങ്കെടുക്കേണ്ട പല ആൾക്കാർക്കും ഫോൺ കോളുകൾ വന്നിട്ടുണ്ട്, നിങ്ങൾ പോകരുത്, ഇവരെ രണ്ടുപേരെയും പങ്കെടുപ്പിക്കുന്നിടത്ത് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവർ പോകില്ല എന്ന ആഘോഷം വരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾ ചാണകക്കുഴിയിലേക്ക് പോയി ചാടിയിട്ടില്ല എന്നുള്ളതാണ്.
ചാടിയവരാണെങ്കിൽ വലിയ കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും ഉന്തി തള്ളി നമ്മളെയും കൂടെ അങ്ങോട്ട് ചാടിച്ചാൽ കേരളത്തിലെ ഇസ്ലാം രക്ഷപ്പെടും എന്നാണ് പാവങ്ങൾ വിചാരിക്കുന്നത്. കൂട്ടരെ, ഞങ്ങളിപ്പോൾ തൽക്കാലം ചാണകക്കുഴിയിൽ ചാടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ 50 കൊല്ലമായി ഇവിടെ പ്രവർത്തിച്ചത് കേരളത്തിലെ സഹോദരൻ അയ്യപ്പൻ തുടങ്ങി വെച്ച യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ്. ശ്രീനാരായണ ഗുരു തുടങ്ങി വെച്ച സാമൂഹ്യ നവോത്ഥാനത്തിന്റെ തുടർച്ചക്കാരനായിട്ട് സഹോദരൻ അയ്യപ്പൻ തുടങ്ങി വെച്ച യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഈ സമൂഹത്തിലെ ജാതിക്കും മതത്തിനും അന്ധവിശ്വാസങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് അരനൂറ്റാണ്ട് കാലമായിട്ട് നമ്മളിവിടെ ഈ ആശയം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഞാൻ ഈ ഒരു വിഷയം സ്പെഷ്യലൈസ് ചെയ്ത് എടുക്കാനുള്ള കാരണം കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാനത്തിന് വലിയ വിള്ളലുണ്ടാക്കുന്ന ഒരു പ്രശ്നം എൻ്റെ മുന്നിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. എന്താ പ്രശ്നം? കേരള സമൂഹത്തിൽ ഒരു വലിയ ഇംബാലൻസ് ഉണ്ട്, ഒരു അസന്തുലിതത്വം. ഇവിടുത്തെ ഹൈന്ദവ സമൂഹം, ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹം നവോത്ഥാനത്തിൻ്റെ ഫലമായിട്ട് ഒരുപാട് ഗുണപരമായ മാറ്റങ്ങൾക്ക് വിധേയമായപ്പോൾ ആ നന്മയെ ചൂഷണം ചെയ്തുകൊണ്ട് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന ക്രിസ്തീയ മുസ്ലിം വർഗീയവാദികൾ കേരള സമൂഹത്തിൽ അവരുടെ മതം കച്ചവടം ചെയ്യാനായിട്ട് രംഗത്തിറങ്ങി. ആ കച്ചവടം പൊളിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് 50 കൊല്ലം മുമ്പ് ഞാൻ ഈ രംഗത്ത് വരുന്നത്. മറ്റു മതക്കാരെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളുടെ മതം ശരിയല്ല, ഞങ്ങളുടെ മതം മഹാ ചക്കരയാണ്, തേനാണ്, ഇതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല, ഇത് നിറയെ ശാസ്ത്രമാണ് തുടങ്ങിയിട്ടുള്ള പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് മതപരിവർത്തനത്തിന് ശ്രമം നടത്തിക്കൊണ്ട് കേരളീയ സമൂഹത്തിലെ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരായിട്ട് നിങ്ങളുടെ മതവും ചക്കരയല്ല, നിങ്ങൾക്കത് പറയാനുള്ള യോഗ്യതയില്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രംഗത്ത് വന്നത്. ഇത് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുമുണ്ട്. MM അക്ബറിനെ പോലെയുള്ള ആളുകളൊക്കെ ഇവിടെ സ്നേഹസംവാദം എന്ന് പറഞ്ഞുകൊണ്ട്, അക്ബറൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ, ഞാനും ബഷീർ മാഷ് അവിടെ ഇരിക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന കാര്യമാണിത്. ജമാഅത്തുകാരാണ് ആദ്യം തുടങ്ങി വെച്ചത്, പിന്നെ മുജാഹിദിന്റെ പഴയ പണ്ഡിതന്മാരെ ഏറ്റെടുത്തു. അതിന്റെ 3-ാം ഘട്ടത്തിലാണ് MM അക്ബറൊക്കെ വരുന്നത്. ഇവർ സ്നേഹസംവാദം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ വിളിച്ചുകൂട്ടി അവരുടെയൊക്കെ വീടുകളിൽ കല്യാണത്തിന് ക്ഷണക്കത്ത് കൊടുക്കും പോലെ ക്ഷണക്കത്ത് കൊടുത്തുകൊണ്ട് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ മതത്തെ തെറി പറയുകയും ചീത്ത പറയുകയും അവരുടെ മതം മഹായുക്തിക്ക് നിരക്കാത്തതാണ്, ഞങ്ങളെ മതം നോക്കൂ ചക്കര പോലെ എത്ര മനോഹരമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ 4 ഗോളിനും 12 ഗോളിനും ജയിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് സംവാദം ജയിച്ച് ആർത്ത് വിളിച്ചു പോകുന്ന കലാപരിപാടി കണ്ടിട്ട് മനസ്സ് വേദനിച്ചിട്ടാണ് ഞാനൊക്കെ ഈ രംഗത്ത് വന്നത്. ഈ MM അക്ബർ ഉൾപ്പെടെയുള്ള മുജാഹിദ് പണ്ഡിതന്മാരുമായി ഞാൻ നേരിട്ട് ഒരു 25 വർഷം മുമ്പ് ഒരു സംവാദം നടത്തിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ. ആ സംവാദ വേദിയിൽ വെച്ച് ഞാൻ അവരോട് പറഞ്ഞത് ഈ ഒരൊറ്റ കാര്യമാണ്: നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്നതും നിങ്ങൾ ഈ നടത്തുന്ന പ്രവർത്തനവും കേരളീയ സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കും. അതുകൊണ്ട് ഇവിടെ സംഘപരിവാർ പോലുള്ള ശക്തികളാണ് വളരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ കലാപരിപാടികൾ നിങ്ങൾ നിർത്തണം. നിങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ ബോധ്യപ്പെടുത്തി തരാം. നിങ്ങളുടെ മതത്തിന്റെ പേരിൽ നിങ്ങൾ മറ്റു മതങ്ങൾക്കെതിരായി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളെല്ലാം തന്നെ അതിൻ്റെ 10 ഇരട്ടിയായി നിങ്ങളുടെ മതത്തിനും ബാധകമാണെന്ന് ഞാൻ തെളിയിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ വിഗ്രഹാരാധന പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ കളിയാക്കുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ വിഗ്രഹാരാധന നടക്കുന്നത് നിങ്ങളുടെ മതത്തിൻ്റെ ആസ്ഥാനമായ മക്കയിലാണ് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. നിങ്ങൾ മക്കയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുന്നതും മക്കയിൽ പോയി കരിങ്കല്ലിനെ തവാഫ് ചെയ്യുന്നതും കല്ലെറിയുന്നതും അവിടെ പോയി മൊട്ടയടിക്കുന്നതും വിഗ്രഹാരാധന അല്ലെങ്കിൽ പിന്നെ എന്ത് മണ്ണാങ്കട്ടയാണ് എന്ന് ഞാൻ അവരോട് ചോദിച്ചു. യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് പറയുന്നത് ദൈവനിന്ദയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്ത്യാനികളെ യുക്തിവാദം പഠിപ്പിക്കുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത്, തൗഹീദ് പഠിപ്പിക്കുന്നത്. ഖുർആനിൽ പറയുന്നു, കന്യകയായ മറിയമിന്റെ ഫർജിൽ യോനിയിൽ അള്ളാഹു ഊതിയിട്ടാണ് യേശു ക്രിസ്തുവിനെ ഗർഭം ധരിച്ചത് എന്ന്. ഒരു മനുഷ്യ സ്ത്രീയുടെ യോനിയിൽ അള്ളാഹു ഊതിയിട്ടാണ് ആ ഗർഭമുണ്ടായതെങ്കിൽ ആ ഗർഭത്തിൽ പിറന്ന കുട്ടിയുടെ ബാപ്പ ആരാണെന്ന് ചോദിച്ചു. യേശു ക്രിസ്തുവിന്റെ ബാപ്പ അള്ളാഹുവാണ് എന്ന് ഖുർആനിൽ പച്ചയായിട്ട് പറയുന്നു. ക്രിസ്ത്യാനികൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, അവർ കുറച്ചും കൂടെ വേറെ അർത്ഥത്തിലാണത് പറഞ്ഞത്. ഇത് പറയുന്ന ഖുർആനും കക്ഷത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്രിസ്തു മതത്തെ ഇതിന്റെ പേരിൽ പരിഹസിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് എന്ന് ചോദിച്ചു. ദൈവനിന്ദ ആരോപിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ഖുർആൻ വായിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഖുർആനിൽ അള്ളാഹു എന്ന ദൈവം
മുഹമ്മദിന്റെ പിന്നാലെ സലാത്ത് ചൊല്ലി നടക്കുന്നു. ഇതിലും വലിയ ദൈവനിന്ദ വേറെന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ 2-3 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, ഈ പരിപാടി നിർത്തണം കേരളത്തിൽ. ഇല്ലെങ്കിൽ ഈ കേരളത്തിൽ വർഗീയമായിട്ടുള്ള ധ്രുവീകരണം ഉണ്ടാകും. ഇവിടെ നവോത്ഥാനത്തിന്റെ ഫലമായിട്ട് മനുഷ്യരായി തീർന്ന ഹൈന്ദവ ഭൂരിപക്ഷ സമൂഹത്തെ കൂടി വർഗീയവാദികളാക്കുന്ന പണിയാണ് കൂട്ടരെ നിങ്ങൾ ചെയ്യുന്നത്. ഈ പണി ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയാണ് കിട്ടിയ അവസരത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൂട്ടാലിടയിൽ നിന്ന് സംവാദം കഴിഞ്ഞ് തിരിച്ചു പോരുന്നത്. അതിനുശേഷം എന്നെ സംവാദം ജബ്ബാർ എന്ന് കേട്ടാൽ അടുക്കൂലായിരുന്നു. അവസാനം പിന്നെ മലപ്പുറത്ത് നടന്ന സംവാദം വരെയും എൻ്റെ പേര് കേട്ടാൽ ആരും അങ്ങോട്ട് അടുപ്പിക്കില്ലായിരുന്നു. അതാണ് കഥ. അപ്പോൾ ഞാൻ ഇവിടെ വന്നത് ഇവിടെ സംഘികളെ വളർത്താനല്ല. ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹം സംഘി ആവാതിരിക്കണമെങ്കിൽ അവർ മാത്രം വിചാരിച്ചാൽ പോരാ. ഒരു ജനാധിപത്യ മതേതര സമൂഹത്തിൽ ആ മൂല്യങ്ങളുടെ ഗുണഭോക്താക്കളായ, ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളായ മതന്യൂനപക്ഷങ്ങൾക്ക് മതേതരത്വത്തെയും ജനാധിപത്യത്തെയും കാത്തുരക്ഷിക്കാനുള്ള ബാധ്യത കൂടിയുണ്ട്. അതല്ലാതെ മറ്റൊരു ജനാധിപത്യവാദികളാകട്ടെ അവർ മതേതരവാദികളാവട്ടെ നമുക്ക് ആ തഞ്ചം നോക്കി മതം കച്ചവടം ചെയ്യാം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അതിൻ്റെ പേരാണ് ഞങ്ങൾ ഇതുവരെ പറഞ്ഞ വഞ്ചന എന്ന് പറയുന്നത്. ആ വഞ്ചനയുമായി ഇനി കേരളത്തിൽ ഇസ്ലാമിസ്റ്റുകൾക്ക് മതം കച്ചവടം ചെയ്യാൻ കഴിയില്ല എന്നിടത്ത് എത്തി നിൽക്കുമ്പോഴാണ് ഈ പുതിയ പ്രതിരോധ മാർഗവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ആ മാർഗം മലർന്നു കിടന്ന് തുപ്പലാണ് എന്ന് ഇപ്പം തന്നെ അവർക്ക് ബോധ്യമായിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് അവസരം തന്ന ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.